അപ്പൊ ഏകദേശം 1-1.5 ഗಂಟೆ നിങ്ങൾ വയൽ കേട്ടിട്ടിക്കുക. അപ്പൊ ഒന്നുകൂടി ദച്ചവണ്ടി എണിക്കിടെങ്കിൽ ತೊಂದರೆಯಿಲ್ಲ, എഞ്ചിട്ട് പിറകു പോണു തീരാണ്ട് മാത്രം. ദിച്ചവട്ടത്തിൽ എതിർ വന്നിട്ട് ദിക്കടെങ്കിൽ ചേരങ്ങുണ്ട്. ഞങ്ങളെ വേദിക്ക നോക്കൊരു എത്ര ഒരു ഗംഭീരമായിട്ടുണ്ടല്ലേ. മാഷാ അല്ലാഹ്, എല്ലാ നേതാക്കന്മാരായിരിക്കും. നിങ്ങൾ ഹാജർ ചൊന്നാണ് 28 മൊഹല്ല ഉണ്ട് നിങ്ങൾക്കും. ആ 28 മൊഹല്ലാത്ത എല്ലാ നേതാക്കന്മാരെയും ഞങ്ങൾ ഈ വേദിക്കയിൽ ഞങ്ങൾ ഗൗരവപൂർവകമായിട്ട് ഞങ്ങൾ ആദരിച്ചിട്ട് വേദിക്ക ഭാരി ചന്താക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഇതൊരു വലിയൊരു വിഷയമായിട്ടിരിക്കുന്നു. ഈ വേദിക്ക എങ്ങനെ ചന്തായിട, അതേപോലെ നിങ്ങും തെല്ല് നേരെ തെച്ചിട്ടാമത്തും വച്ചിട്ടിന്നെങ്കിൽ തെല്ല് എണിച്ചിട്ട് ചെല്ല് ഉഷാറായിട്ട് ഒന്ന് എതിർക്ക് വന്നിട്ട് നിങ്ങൾ സഹകരിച്ചെങ്കിൽ ഇൻഷാ അല്ലാഹ് ചെറിയ ഒരു ടൈമുള്ളൂ, നിങ്ങൾക്ക് തൊന്തരാവാത്ത പോലെ നിങ്ങൾ ടൈം തന്നത്. നിങ്ങളെ ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ ഉസ്താദ് അപ്പോ നിങ്ങൾക്ക് ബേജാറാവാത്ത രീതിയിൽ എന്തും നിങ്ങൾക്ക് ഒരു ബച്ചൽ ബറാത്ത പോലെ ചെറിയ ടൈമിൽ എന്നാണ് ഇപ്പോൾ നിങ്ങളൊരു സഹകാര. അതുപോലെ ഈ ചൊല്ലിയ വിഷയത്തിലുള്ള അതിനെ ഉൾക്കൊള്ളുകൊള്ള കണിക്കത്തെ ആ ഒരു സംവേദനാശീലത്തെ ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നല്ലൊരു സദസ്സായിട്ട് ഇടും. എല്ലാ നേതാക്കന്മാരുള്ള ഈ നേതാക്കന്മാരിലെ ആരെ പേര് എടുക്കടെ, ആരെ പേര് ബുഡ് പ്രസിഡന്റും അതുപോലെ സെക്രട്ടറിയും കൂടെ നല്ല ഒരു എല്ലാ വേദിക്കലും പ്രസിഡന്റ് സെക്രട്ടറി കാണുകത്തിൽ കഷ്ട ആയെങ്കിലും കൂടെ ആവേശഭരിതമായ ആ രീതിയിൽ ഞങ്ങളെ ഈ ഒരു മഹത്തായ വേദിക്കലുള്ളത്. അതുപോലെ അങ്ങോട്ടുള്ള ഈ ടീമും ഇവിടെ ആലിമീങ്ങളുണ്ട്, ഉമറാക്കന്മാരുണ്ട്, എല്ലാവരും ഉള്ള ഒരു സദസ്സ്. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കട്ടെ, അല്ലാഹുവിന്റെ തൗഫീഖായിട്ട് കിട്ടി. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم يا واجب الوجود ويا واهب الخير والجود. اللهم يا واجب الوجود ويا واهب الخير والجود أفض علينا أنوار رحمتك ويسرنا الأمور كلها يا الله. ويا من بيده مقاليد الخير كلها وإليه يرجو الأمور يا فتاح يا فتاح علينا وعلى أهلنا وعلى من اجتمع هنا يا الله فتحا قريبا ونصرا عزيزا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد وصينا الذين أوتوا الكتاب ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله. كيف الرحيل بلا
زاد إلى وطني لا ينفع المرء فيه غير تقواه من لم يكن زاده تقوى فليس له يوم القيامة عذر عند مولاه ज़मीनो ज़मान तुम्हारे लिए मकीनो मकान तुम्हारे लिए ज़मीनो ज़मान तुम्हारे लिए मकीनो मकान तुम्हारे लिए चुनी नो चुना तुम्हारे लिए बने दो जहां तुम्हारे लिए दहम में जुबां तुम्हारे लिए बदन में है जान तुम्हारे लिए हम आए यहाँ तुम्हारे लिए उठे भी वहाँ तुम्हारे लिए अल्लाहुम्मा सल्लि व सल्लिम व बारिक अलैहि പിരിസപ്പെട്ട ഞങ്ങളെ ഉള്ളാള മദനി ദർബാറുടെ ഈ ദക്ഷിണ ഭാരതത്തെ ഒരു മുത്തായിട്ടുള്ള കുതുബ് സമാൻ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി തങ്ങളുടെ ദർബാറിൽ ഒരുമിച്ച് കൂടിയതായ എല്ലാ മോമിനീങ്ങ മോമിനാത്തുകൾ അതുപോലെ ഈ മഹത്തായ കാര്യക്രമത്തിൽ ബന്ധ കണിക്കത്തെ കൂടെ ഞങ്ങളെ വിളിച്ച കണിക്കത്തെ ആഡളിത മണ്ഡലി ഹനീഫാജി സിറാജുദ്ദീൻ ഷിഹാബുദ്ദീൻ സഖാഫി ഉസ്താദ് അതുപോലെ ഈ ഇവിടുത്തെ മാനേജ്മെന്റ് മണ്ഡലി അതുപോലെ ഉറൂസ് കമ്മിറ്റി എല്ലാവും ഇതിരെ വോളണ്ടറി അടക്കം ഇതിരെ വിജയത്തിന് പേരുമായിട്ട് ഇതൊരു നല്ലൊരു സമാപ്തിക്ക് പേരുമായിട്ട് അധ്വാനിച്ചുകൊണ്ടുള്ള വലിയ അത്ഭുതകരമായ രീതിയിൽ ഇതിന്റെ വ്യവസ്ഥ വോളണ്ടറി വ്യവസ്ഥ അതുപോലെ ഹോസ്പിറ്റലീസ് എല്ലാം ഞങ്ങളെ സ്വാഗതാക്കുന്നത് ഞങ്ങളെ എല്ലാ നിലക്കും സ്വീകരിക്കുന്നത് എല്ലാം ഒരു അത്ഭുതകരമായ രീതിയിൽ കൂടെ ഞങ്ങൾക്ക് കണ്ടുകൊണ്ടുണ്ട് അത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടീ ഞങ്ങളെ ദേശത്തേക്ക് ഒരു കേന്ദ്രമായിട്ടിക്കട് ഈ ഉള്ളാളത്തെ ദർബാർ അല്ലാഹു ഇതിരെ മദദ് ഈ മഹല്ലയുടെ മദദ് ഈ തങ്ങളെ മദദ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തിനും ഈ റായത്തിനും അല്ലാഹു ഇനിയും ദീർഘിപ്പിച്ച് ധാരാളം ഖൈറും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഞാൻ ഒരു ആമുഖമായിട്ട് മുന്നോടിയായിട്ട് കുറെ കാര്യങ്ങൾ എന്നാണ് നിങ്ങളൊട്ടുകൂ ചൊന്നിട്ടു ടൈം നീട്ടിക്കൊണ്ടുപോകും ഉദ്ദേശിക്കല്ല. കൃത്യമായ സമയത്ത് ഞങ്ങളെ ഈ ഒരു കാര്യക്രമ ഇൻഷാ അല്ലാഹ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടു അതുകൊണ്ട് എന്റെ വിഷയത്തിൽ ഒതുങ്ങിയിട്ട് മാത്രം കൊറിയ കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഇന്നത്തെ ഞങ്ങളെ വിഷയ ഞങ്ങളെ തഖ്വ ചൊല്ലുക ഗണിക്കത്തെ ഒരു വിഷയമായിട്ട് തഖ്വ കൊണ്ട് ഉണ്ടാവുക ഗണിക്കത്തെ ആ ഒരു മഹത്വം അതുപോലെ ഞങ്ങളുണ്ടാവുക ഗണിക്കത്തെ ഒരു ബദലാവനെ മനുഷ്യ ജീവിതത്തിൽ ഒരു മോമിനെ സംബന്ധിച്ചിടത്ത് ഒരു മോമിനത്തായ ഒരു പെണ്ണിനെ സംബന്ധിച്ച് എന്തായിട്ടിക്കിട് ചൊല്ലുന്നതിന്റെ ಬಗ್ಗೆ തഖ്വ ചൊല്ലുന്നത് എത്രമാത്രം അനിവാര്യമായിട്ടിക്കിട് ചൊല്ലുന്നതിന്റെ ಬಗ್ಗೆ കൊറിയ കാര്യങ്ങളെ മാത്രം നിങ്ങളെ മുന്നല്ലോ ഞാൻ അവതരിപ്പിക്കുക ഉദ്ദേശിക്കുന്നത്. ഇത് ഔലിയാക്കന്മാരെ മശായിഖന്മാരെ ദർബാറായിട്ടിരിക്കണം. മശായിഖന്മാരെ ദർബാറ്
ആയിട്ടിക്കുമ്പോ ഔലിയാക്കന്മാരെ നിങ്ങൾ ബഹുമാനിച്ച് ആദരിച്ച് ഉറൂസ് നിങ്ങൾ ആക്കുമ്പോ ആ ഔലിയാക്കന്മാർ ഉന്നതമായിട്ടുള്ള സ്ഥാനത്ത് എത്തുകൊള്ള കണിക്കത്തെ കാരണം എന്തായിട്ടിക്കടെ വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തത് യൂനുസ് സൂറത്തില് 62 ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തരുത് അള്ളാഹുടെ ഔലിയാക്കന്മാർ ഉന്നതമായ നിലവാരത്തിൽ ഉന്നതമായ സ്ഥാനത്ത് ഉയർന്നുള്ള കാരണം എന്തിനാണ്? അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ഇഷ്ടദാസന്മാർ അങ്ങകു പേടിയില്ല, അങ്ങകു ബേജാർ മുസിപ്പൊന്നുമില്ല, ഉന്നതമായ സ്ഥാനത്ത് എത്തിങ്ങായിട്ട് കിടറ്. എന്തേ കാരണം? റീസൺ അങ്ങ് ഉയർന്ന സ്ഥാനത്ത് എത്തുള്ള കാരണം എന്തേ? الذين آمنوا وكانوا يتقون. രണ്ട് കാരണങ്ങൾ. ഒന്ന് ഈമാനായിട്ടിക്കട്. ഞങ്ങൾ എല്ലാവരും അതേയല്ലേ ഉദ്ദേശിക്കട്ടെ ഉസ്താദെ ഈമാൻ സലാമത്താകുമെന്നായിട്ട് ദ്വാരക്കുറുണ്ട്. ഞങ്ങൾക്ക് ഈമാനുണ്ട്, അതേ കാര്യമായിട്ടിക്കട് ആ ഔലിയാക്കന്മാരൊട്ടും ഉള്ളത്. ഇനി രണ്ടാമത്തേത് വക്കാനൂ യത്തഖൂൻ. അങ്ങ് മുത്തഖീങ്ങള്, അങ്ങ് തഖ്വയുള്ള ആൾമാർ. രണ്ട് കാരണമല്ലേ? മൂന്നാമത്തെ കാരണം അവിടെ ചൊന്നിട്ടില്ലേ? രണ്ടേ വിഷയം ചൊന്നൊരു ഔലിയാക്കന്മാരെ ബഗെ ചൊല്ലുമ്പോ അങ്ങനെ ഈമാനുണ്ട്, അങ്ങനെ തഖ്വയുണ്ട്. ഇത് രണ്ട് ഞങ്ങൾ പിടിച്ചൊല്ലുക. ഈ ജണ്ടർ ಬಗ್ಗೆ ഞങ്ങൾ ചർച്ചാക്കുക. ഈമാനും തഖ്വയുള്ള ആൾമാർക്ക് അല്ലാഹുവിന്റെ റിവാർഡ് എന്തരെ, അല്ലാഹുവിന്റെ പാരിതോഷികം എന്തരെ? അവൻ ചൊല്ലുടാ ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയാ. ദുനിയാവിൽ അങ്ങു ശുഭ സംഗതി അങ്ങുണ്ട്, ശുഭകരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അങ്ങുണ്ട്. ദുനിയാവിൽ മാത്രമാങ്ങു അല്ലാഹു കൊടുക്കടേ ഇല്ല. വഫിൽ ആഖിറ, ആഖിറത്തിലുമുണ്ട്. ആഖിറത്ത് ഒന്നെങ്കിൽ എപ്പോ ഇവിടെ മനസ്സിലാക്കുള്ളത് ഔലിയാക്കന്മാർക്ക് ഈമാനും തഖ്വ കൊണ്ട് അങ്ങു ശുഭ സംഗതിങ്ങ കാര്യങ്ങൾ അങ്ങുണ്ട്, റിവാർഡ് ഉണ്ട്. ചൊന്നിട്ട് അല്ലാഹു ചൊല്ലത് ആ ദുനിയാവിലുമുണ്ട് ആഖിറത്തിലുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കി ആഖിറത്ത് നിങ്ങൾ ഇസ്രാഫിൽ ഊതിയൽ ബീനത്തെ വിഷയമായിട്ടുണ്ട്. ഇല്ല, അൽ ഖബ്റു അവ്വലു മനാസിലിൻ മിൻ മനാസിലിൽ ആഖിറ, അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബർ ചൊല്ലത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ശൈഖുൽ മദനി തങ്ങൾ ഇവിടെ കിടന്നിട്ടുണ്ട് എന്നെങ്കിൽ ആ മഹാനുഭാവന്റെ ഖബർ, ആ ഖബറിന്റെ ಬಗ್ಗೆ എന്തേ? അത് ആഖിറത്തെ അവ്വൽ ബൈത്തായിട്ടിക്കടെ, അവ്വൽ ദാറായിട്ടിക്കടെ, ഒന്നാമത്തെ അകമായിട്ടിക്കടെ. അതുകൊണ്ട് ഈ ആഖിറത്തെ ഒന്നാമത്തെ പടിയായിട്ടിക്കടെ ഖബർ. ആ ഖബറിലും ഈ ബുശ്റാ ലഹുമുൽ ബുശ്റാ ചൊല്ല ഈ മഹനീയമായ സ്ഥാനമുണ്ട്, യാതൊരു സംശയമില്ല. ഹബീബായ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് പടിപാടില്ലേ? മുഅ്മിനായ ഒരാളെ കൊണ്ടുപോയിട്ട് ഖബറിൽ വെച്ചെങ്കിൽ ആ ഖബറിൽ വെച്ച സമയത്തില് എൽവോ അടി ആ ഖബർ വിശാലമാവട്ടെ. മാത്രവുമല്ല അവിടെ ഒരു മനുഷ്യരുടെ രൂപത്തിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടതിന്റെ അമലായിട്ടിക്കട്. അതുമാത്രവുമല്ല ആ ഖബറിൽ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് അവനക്ക് സൂര്യ അസ്തമിക്കണ കണിക്കത്തെ ആ ഒരു രൂപം കൂടി കാണിക്കപ്പെട്ട് നന്റെ പിടർ നമസ്കരിക്കോ പോണ്ടേണ്ട ചൊല്ല. ആറ് മുഅ്മിനായ ആള്, ഈമാനുള്ള ആള്, ഈമാനുള്ള ആള് ഖബറിന്റെ സ്ഥിതിഗതിയായിട്ടിക്കട്. അപ്പൊ അവിടെ ചൊല്ലെന്തിരെ വേണ്ട വേണ്ട വേണ്ട, ഇതിവിടെ എല്ലാം ഇങ്ങനെ നിസ്കരിക്കരുത്, അതുപോലെ സദക്ക സക്കാത്ത് നോമ്പ് അതിന് ജാഗ അല്ല ഇത്. ഇതോ നിങ്ങളുടെ എന്താവണോ നിങ്ങളുടെ നല്ല പുതിയാപ്പിളുടെ പോലെ ഉറങ്ങിയെങ്കിലും വയ്യാവും. ആരും വിളിക്കില്ലല്ലേ? ഔത്തുള്ള പുതിയാപ്പിള വന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പായൽ തട്ടാറാ പോയിട്ട് തൊന്തരാക്കണ്ട, അങ്ങ് എന്തെങ്കിലും അവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കട്ട്, എന്തിനാ അങ്ങ് ആക്കിക്കൊണ്ടിരിക്കട്ട് അല്ലേ എന്ന പോലെ ലായിക്കന്മാർ ചൊല്ലത് ഇവിടെ ആ ഇസ്രാഫിന്റെ ഊത്ത് ഊതിയല് പിന്നെ അല്ല,
ഖബറ് അവ്വലു മൻസിലിൽ വെച്ചിട്ടുള്ള പ്രക്രിയ ആയിട്ടിക്കട് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ മരണപ്പെട്ടൽ പിന്നെ ഉള്ള ഖബർ ജീവിതം ശുഭകരമായ ഒരു ജീവിതമായിട്ടിക്കട്. ലാ തബ്ദീല ലികലിമാതില്ലാ. സംശയം വരിക്കണ്ട. അല്ലാഹു കൊണ്ടിട്ട് കുറേ സംശയ പ്രകട ആക്കടെ ആൾമാർ വന്നു പോവറ്. അതുകൊണ്ട് ലാ തബ്ദീല ലികലിമാതില്ലാ, അല്ലാഹുവിന്റെ കലിമത്തുക, അല്ലാഹുവിന്റേതായിട്ടുള്ള വചനത്തുക യാതൊരു വ്യത്യാസം ഇല്ല. ذلك هو الفوز العظيم. ഇത് വൻ വിജയമായിട്ടിക്കണെങ്കിൽ മരണവും മരണത്തിൽ പിന്നെയുള്ള ഈ ബുശ്റ, ഈ ശുഭകരമായിട്ടുള്ള ഒരു അവസ്ഥ, അത് ഏറ്റവും നല്ലതായിട്ടിക്കട്. അത് കിട്ടോ പോണ്ടത് എന്തുകൊണ്ട്? തഖ്വയും ഈമാനും കൊണ്ടുമായിട്ടിക്കട്. അതേ വിഷയമായിട്ടിക്കട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹു ഞങ്ങളെ റബ്ബ് എന്ന് ചൊന്ന ആൾമാരെ ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا أبشروا وأبشروا بالجنة. സ്വർഗം കൊണ്ട് നിങ്ങൾ ശുഭ വാർത്ത നിങ്ങൾ ഇതാ കേട്ടോളും. അല്ലത്തി കുന്തും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനമാക്കപ്പെട്ടതായ സ്വർഗീയമായ ശുഭവാർത്തയുമുണ്ട്. അപ്പോ ഹയാത്ത്, മൗത്ത്, ഖബർ, അതുപോലെ മഹ്ശറ, അതുപോലെ സ്വർഗം എല്ലാം ശുഭകരമായ ഒരു അവസ്ഥക്ക് പോണ്ട ഗണികത്തെ ഒരു നീക്കമായിട്ട് കിടന്നങ്ങനെ പ്രയാണം. എന്തുകിത് ഈ ബാക്കിയോണ്ടുള്ള സ്വരന്തരെ ഒരു ഈമാനുള്ള ഒരു മൂമിനായ മൂമിനത്തായ ഒരു ആണ് പെണ്ണ്, ആ പെണ്ണുകളുടെ ജീവിതം ബുശ്റാ നല്ലതാവണം, മൗത്ത് നല്ലതാവണം, അതേപോലെ ഖബർ നല്ലാവണോ, മഹ്ശർ നല്ലാവണോ. കാരണം രണ്ട് ഈമാനും തഖ്വയുമായിട്ട് കിടേ. ഞങ്ങൾ മനസ്സിലാക്കണേ, മരിച്ചെങ്കിൽ ആളുക്ക് കഫൻ തുണി മൂന്നുണ്ട്. സമ്പാദ്യ മുതലിൽ നിന്ന് 3 കഫാന, അത് മാത്രമല്ലതിലെപ്പോഴും മഹദാന. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഫൻ തുണി ഇത് മാത്രം ഈ പാക്കാക്കി വെച്ചിട്ടുള്ളത് ഉണ്ട്, അതല്ല. ഇൻഷാ അല്ലാഹ് അതിന്റെ വഅലിന്റെ അവസാന ഭാഗം ഈ ബെൽറ്റ് വെള്ളത്തുണി മാത്രമല്ലാത്ത പിന്നൊരു കഫനുണ്ട്. ആ കഫന്റെ ബഗ്ഗെയുള്ള ആ ഉണർത്ത്, ആ പലക്കത്തോടു കൂടി ആയിട്ട് കിട്ടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ പലക്ക് അവസാനിപ്പിക്കരുത്. അതെന്തൊരു കഫനാ. ആ കഫനക്ക് പേന്മായിട്ട് നിങ്ങൾ ആഗ്രഹിക്കണോ? അതുക്ക് പേന്മായിട്ട് ഔലിയാക്കന്മാർ ആഗ്രഹിച്ചത്, അതുക്ക് പേന്മായിട്ട് സ്വാലിഹീങ്ങൾ ആഗ്രഹിച്ചത്. അങ്ങനത്തെ ഒരു കഫൻ തുണിയുണ്ട്. അത് ഈ തുണി ഈ ദുനിയാവുടേതല്ല, ഈ ദുനിയാവുടെ വെള്ളത്തുണിയല്ല. അത് നിങ്ങൾ കണ്ണാരെ കാണ്ടകണിക്കത്തെ ഒരു കഫനായിട്ടിക്കട്. ഇൻഷാ അല്ലാഹ് അത് പ്രത്യേകം കൂടി ആഗ്രഹിക്കരുത്. അപ്പൊ ഇവിടെ ചൊന്നു വന്നത്, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം തഖ്വായിട്ടിക്കട്, ഈമാനികമായിട്ടുള്ള ആ ശക്തിയായിട്ടിക്കട്. ആ ഈമാനികമായ ശക്തി കൊണ്ട് മുഅ്മിനായ ഒരാള് ഒണ്ടി പരദേശിയാവൂല്ലണ്ടി, അവനക്ക് ആരും വേണ്ട. നോക്കൂ, തഖ്വ ഈമാന് കൊണ്ടുള്ള ആ ഒരു സ്ഥാനം നിങ്ങൾക്ക് ഞാൻ ഓർമ്മയാക്കിക്കൊണ്ടുള്ളേ വിശദമായ ഭാഗത്ത് ഞാൻ പോയോണ്ടില്ലേ. ഒരാളിൽ ഈമാനുണ്ട്, ഒരാളിൽ തഖ്വയുണ്ടായെങ്കിൽ കൂടെ നിങ്ങൾ നോക്കറൂ, ഒരാൾക്ക് കുടുംബം ഇല്ല, കൂട്ടുകുടുംബമില്ല, മക്കയില്ല, സ്വത്തില്ല, ഒന്നുമില്ല. അയാള് ഓൺലി ഒരു യാചകൻ, ഒരു ബേങ്ങുടെ ഒരാളുണ്ട് വെക്ക. അവനക്ക് കൈയില്ല, കാലില്ല, അവനക്ക് കണ്ണില്ല, പക്ഷേ അവന്റെ ഈമാന് ഭദ്രമാ. അവന് ബേങ്ങിത്തിന്നൊരു ആളായിട്ടിക്കൂ എന്നെങ്കിലും അവന് മരിച്ചെങ്കിൽ അവൻ മരിച്ചനാണ്ട് കേക്കടി കണിക്കത്തെ ആള് മാറിക്കല ആറുമിക്കല. അവനക്ക് കുടുംബമില്ല, അവന്റെ ബഹുമാനിക്കുന്ന ആളില്ല, അവന്റെ കണ്ടെങ്കില് അവന്റെ ഭാഗത്തേക്ക് മുഖം തിരിക്കുന്ന ആൾ മാറില്ല എന്നെങ്കിലും ആ വ്യക്തികളുള്ള സ്ഥാനം നോക്കുന്നത് നിങ്ങൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. അലാ ലാ ഗുർബത അലൽ മുഅ്മിൻ മാ മാത മുഅ്മിനുൻ ഫീ ഗുർബത്തിൻ ഗാബതി അൻഹു ബവാക്കി. ഉൽപിടകോ കണ്ണെടുത്ത് എടുക്കുകയോ ഒരാളുമില്ലാത്ത ഒരു ദരിദ്രനായ പാവപ്പെട്ടവനായ ബേങ്ങുടവനായ ഒരാള് മരിച്ചു പോകുമ്പോ
അവനക്ക് പുൽപ്പെടുകൂ. അവന്റെ പെഞ്ഞായില്ല, മക്കയില്ല, ഇലമൂത്തയില്ല, കൂട്ടുകുടുംബ ഇല്ല, ചങ്ങായിമാരില്ല, സ്ഥാനക്കാരില്ല, ആരുമില്ല. അങ്ങനെ ഏതെങ്കിലും മുസ്ലിമീങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരാളായിട്ടിക്കും കുറെ ആൾമാരായിട്ടിക്കും അവന്റെ കുലിപ്പാട്ടിട്ട് ദഫനാക്കരുതെങ്കിൽ അവനക്ക് ഗുർബത്തില്ല, അവന് ഒണ്ടിയല്ല. ഇല്ലാ ബക്കത്ത് അലൈഹി സമാഉ വൽ അർദ്, ആകാശ ഭൂമി അവനക്ക് മേന്മായിട്ട് പുൽപ്പിട്ട് കൂടെ മനസ്സിലാക്കണായത് ഈ ദുനിയാവ് നിങ്ങൾ കാണ്ട കണിക്കത്തെ എന്തിന് വൈഭോഗമുണ്ടല്ലേ, ബഹുമാനമുണ്ടല്ലേ, ആദരവുണ്ടല്ലേ, ഇതൊന്നും കണക്കുകയെ വേണ്ടതല്ല. മരിക്കുമ്പോ ഞങ്ങൾക്ക് മേന്മായിട്ട് ആകാശ ഭൂമി പുൽപ്പിട്ട് കണിക്കുന്ന ആവോന്ന് വെച്ചുള്ളതായിട്ട് ഞങ്ങൾ മരിക്കുമ്പോ ഞങ്ങളെ ചുറ്റുമുത്തലൂ, ഞങ്ങളെ പെഞ്ഞായി മക്ക, ഞങ്ങളെ കൂട്ടുകുടുംബ, ഞങ്ങളെ പിരിസക്കാര്, ഞങ്ങളെ പരിചയക്കാര് അങ്ങ് ഒരു 5 നിമിഷമാ, ഒരു 10 നിമിഷമാ വന്നിട്ട് ബേജാറ് കാട്ടുന്നതോ അങ്ങ് പുൽപ്പിട്ടതോ പ്രശ്നമേ അല്ല. പിന്നെ ഇല്ലാ ബക്കത്ത് അലൈഹി സമാഉ വൽ അർദ്, ആകാശ ഭൂമി നാണ് മരിക്കടണ്ട് നക്ക് വേന്മായിട്ട് പുൽപ്പിടണു. അതുക്കുള്ള പ്രയത്നമായിട്ട് വേണോ. അതായിട്ട് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഞാൻ എവിടെ സുജൂദിട്ടിടേ, എന്റെ അമല് എവിടെയാ? യസ്അദു ഇലൈഹിൽ കലിമു ത്വയ്യിബു വൽ അമലു സ്വാലിഹ്. ഖുർആൻ സാക്ഷിയായിട്ടിക്കണേ. ഞങ്ങൾ നിസ്കരിച്ച ഇബാദത്ത് അതെല്ലാം ഉയർന്നതും ഞങ്ങൾ നെത്തിവെച്ചതും ഈ ജാഗയെല്ലാം ഞങ്ങൾക്ക് പേന്മായിട്ട് കണ്ണിട് തന്നെ എടുക്കട് ചെന്നിട്ട് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് അങ്ങനത്തെ ഒരു അവസ്ഥക്ക് ഞങ്ങൾ എത്ര ഗണികത്തെ മഹനീയമായ വിചാരധാരങ്ങ ഞങ്ങളെ മനസ്സിൽ ഞങ്ങളെ കൽബില് ഉണ്ടാവണോ, അത് ഉണ്ടാക്കണോ. അത് ഉണ്ടാക്കുകയായിട്ടായിട്ട് ഈ മുതലിത്തങ്ങൾ ഞങ്ങളെ വിളിച്ചിട്ടുള്ളത്. ഈ ദർഗാ ഷരീഫ്, ഈ ദർബാർ ഉണ്ടല്ലേ, ഞങ്ങളെ കൽബില് ശുദ്ധിയാക്കുള്ളതായ ദർബാറായിട്ട് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോ ഒരാൾ കൽബില് ലാ ഇലാഹ ഇല്ലല്ലാഹ് तौहीद की अमानत सीनों में हमारा थमता न था किसी से सैले रवान हमारा. तौहीद की अमानत सीनों में हमारा आसान नहीं मिटाना नाम व निशान हमारा. ई तौहीद ला इलाहा इल्लल्लाह जिसने दिलों को जिंदगिया था दुनिया से रख्शन किया था. ഈ ഖൽബിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ ശക്തി എന്തിനു ചെന്നെങ്കിൽ ഈ ഇസ്ലാമികമായ പ്രവാഹത്തെ ഈമാന് കൊണ്ടുള്ള ഇസ്ലാമികമായ പ്രവാഹത്തെ ഏതൊരാളും പിടിച്ചു നിൽപ്പാടോ സാധ്യയില്ലേണ്ട. അല്ലാമ ഇഖ്ബാൽ ചൊന്നതെങ്കിൽ ഞങ്ങളെ പേരും പെരുമയും ബഹുമാനവും വൈഭവവും അതിനെ ഇല്ലാണ്ടാക്കുക ഏതൊരു ശക്തിക്കും സാധ്യമില്ലാണ്ട് ചൊന്നുടെങ്കിൽ അത് വേറെന്തുമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചൊല്ലെ ഗണിക്കത്തെ ആ മഹനീയമായിട്ടുള്ള ആ തൗഹീദിന്റെ വചനമായിട്ട് അങ്ങനെ ലൈസ അലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിരെ ആൽമാർഗി ഇല്ലല്ലാഹ് അല്ലാഹു ഒരുത്തൻ, അല്ലാഹു അല്ലാണ്ട് വേറെ ഇലാഹില്ല എന്ന് വിശ്വസിച്ചിട്ടുള്ള ഒരാൾ അവനക്ക് വഹിഷത്തില്ല, അവനക്കൊരു ബേജാറ് വഹിഷത്തില്ലേണ്ട. നല്ലോണം മനസ്സിലാക്കേണ്ട വിഷയത്തിൽ ഉർബത്തില്ലേണ്ട ഇത് പരദേശിയാവില്ല, ആരും ഇല്ലാത്തങ്ങ അല്ലാവണോ വഹിഷത്തും ഇല്ല ഒരു മൂമിനെ സംബന്ധിച്ചിടത്തോളം. എപ്പോ ഫിൽ മൗതി മരണസമയത്ത് അവൻ ഉണ്ടിയല്ല. ഈമാനുള്ള മനുഷ്യ മരണസമയത്ത് ഒണ്ടിയല്ല, വഹിഷത്ത് ഉണകില്ലേ. നാ പോണ്ടല്ലേ, നാ ചിമ്മയ്ക്ക് പോയോണ്ടുണ്ടല്ലേ, നാ ഉർത്തനെ പോയോണ്ടുണ്ടല്ലേ, ബേജാറാകണ്ട. ധാരാളം കൂട്ടമേ ഉണ്ട്, ധാരാളം നമുക്ക് കൂട്ടമേ ഉണ്ട്. പേടിക്കണ്ട. ഈ ദുനിയാവ് ക്ഷണികമായത്, ദുനിയാവ് ശാശ്വതമല്ല. മരിക്കയുടെ സമയത്ത് ഞങ്ങൾക്ക് കൂട്ടത്തിൽ ആൽമാരുണ്ട്, മലായിക്കന്മാരുടെ അകമ്പടിയുണ്ട്. വലാ ഫീ ഖുബൂരിഹിം, ഖബറിൽ പോലും വഹിഷത്തില്ല. കണ്ട റസൂലുള്ളാഹിയുടെ ഹദീസ്, ഖബറിൽ വഹിഷത്തില്ല. മരിച്ചാൽ പിന്നെ എന്തായിട്ട് എന്തിനു മണ്ണായി പോലും എന്തിനുണ്ട് മനുഷ്യന്മാർ ചൊല്ലെ റസൂലുള്ള ഞങ്ങൾ പഠിപ്പാട്ടിന്റെ പേര് വഹിഷത്തില്ലാണ്ട. ഈമാനുള്ള മനുഷ്യനും അല്ലാത്തവനും ഒരുപോലെ അല്ല. വലാ ഫിന്നശൂർ
നുഷൂർ സമയം രണ്ടാമത് ഹയാത്താക്കിയിട്ട് മഹ്ശറയിലേക്ക് കൊണ്ടുപോകുമ്പോ ആ സമയത്തിലും വഹശത്തില്ലേ. നബി ചൊല്ല് ഒരാള് ഖബറ് എണിച്ച് ഖബറ് എണിച്ച് ബണ്ട് കണിയിട്ട് ആ ഒരു രംഗം വിശദീകരിക്കട്ടെ. എങ്ങനെ വകഅന്നി യൻദുറു ഇലൈഹിം യുൻഫിദൂന റൂസഹും മിനത്തുറാബ്. ഖബറ് എണിക്കുമ്പോ നല്ല റാഹത്തോടെ തലയുടെ മണ്ണെല്ലാം കൊടഞ്ഞിട്ട് ഒന്ന് എണിച്ച് നിക്കടെ കണിക്കുന്ന ഒരു സന്ദർഭം. ഇതോ നിങ്ങൾ അത്ഭുതം. അവിടെ എത്ര മനോഹരമായി ഒരു മുഅ്മിനായ ഒരാളെ അവസ്ഥയെ ബഗ്ഗായിട്ട് റസൂൽ വിശദീകരിക്കട്ടെ. ഖബറ് എണിച്ച് വരുമ്പോ സ്വയം അവൻ സന്തോഷത്തോടു കൂടി മണ്ണ് കൊടഞ്ഞിട്ട് അങ്ങനെ എണിച്ചു വേണ്ടത്. ആ സമയത്തിലായിട്ട് കിടം യഖൂലൂന അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസന ഇന്ന റബ്ബനാ ലഗഫൂർ ശക്കൂർ. അല്ലാഹുവേ, ഈമാൻ കൊണ്ടും തഖ്വ കൊണ്ടും ദുനിയാവിൽ നിങ്ങൾ തന്നെ ബഹുമാനവും ഖബറിൽ തന്നെ ബഹുമാനവും ഈ മഹ്ശറയിൽ നിങ്ങൾ യാത്രയാവുമ്പോ നീ നിങ്ങൾ തന്റെ ആദരവും ബഹുമാനവും ഒരു ബേജാറും ഒരു ദുഃഖവും വരാണ്ട് ഒരു മുസിബും വരാണ്ടുള്ള ഞങ്ങളെ രക്ഷപ്പെടുത്തിയതായ ആ ബഹുമാനമുണ്ടല്ലേ അല്ലാഹ്. യാ റബ്ബനാ, ഞങ്ങളെ ബേജാറ് ഇല്ലാണ്ടാക്കിയ അല്ലാഹുവേ, ഞങ്ങളെ ദുഃഖങ്ങളെ ഇല്ലാണ്ടാക്കിയ അല്ലാഹുവേ, അൽഹംദുലില്ലാഹ്. സർവസ്തുതിയും അല്ലാഹുവേ നിക്കായിട്ടിരിക്കട്ടെ. അല്ലാഹുവേ, സർവസ്തുതിയും നിക്കായിട്ടിരിക്കട്ടെ റബ്ബേ. ഒരു ബേജാറും ഒരു ദുഃഖവും ഇതുവരെ ഈ ലൈനിൽ വന്നിട്ടില്ല. അത്ഭുതമല്ലേ? ജീവിതത്തിലും മരണത്തിലും ഖബറിലും മഹ്ശറയിലും ഇതാ ഞങ്ങൾ ഈ സന്ദർഭത്തിൽ പോലും റബ്ബേ ഒരു ദുഃഖവും ഒരു ബേജാറും ഞങ്ങൾ വന്നിട്ടില്ലേ. ഇതാരാ ചൊല്ലേ? മോമിനായ ആള്, മോമിനത്തായ ആള്. ഇതിനെ ಬಗ್ಗೆ ഞങ്ങൾ ആലോചനക്കണ്ടേ, ഇതിനെ ಬಗ್ಗೆ ഞങ്ങൾ ചിന്തനാക്കണ്ടേ. അപ്പോ ഞങ്ങൾക്കുള്ള ജീവിതം ശാശ്വതമായ ജീവിതത്തിലേക്കുള്ള ഒരു പ്രയാണം. ആ പ്രയാണത്തിലുള്ള ഗണികത്തെ ഏറ്റവും വിജയകരമായിട്ടുള്ള ഒരു വസ്തു അത് തഖ്വയായിട്ടിരിക്കട്ടെ. അതുകൊണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചൊന്നത് കൈഫ റഹീലു ബിലാ സാദിൻ ഇലാ വത്നി ലാ യൻഫഉൽ മർഅ ഫീ ഗൈറു തഖ്വാഹു. ഞാൻ എങ്ങനെ പോണ്ടേ? നന്നിട്ട് എന്തും ഇല്ലല്ലേ, ലഗേജ് ഇല്ലല്ലേ. തഖ്വാച്ചുടെ ലഗേജ് അതായിട്ട് വേണ്ടത്. പാസ്പോർട്ട് ആവശ്യകത ഇല്ല ഇവിടെ, വിസ ആവശ്യകത ഇല്ല ഇവിടെ, ഡ്രസ്സിന് ആവശ്യകത ഇല്ല ഇവിടെ. പിന്നെ തഖ്വാച്ചുടെ ലഗേജ് മാത്രമായിട്ട് ഓൺലി തഖ്വാച്ചുടേത് മാത്രമായിട്ട് ആ തഖ്വത്തോട് കൂടി പോയെങ്കിൽ മാത്രമേ മല്ലം യകുൻ സാദുഹു തഖ്വാ ഫലൈസ ലഹു യൗമൽ ഖിയാമത്തി മിനിന്ദ മൗലാഹു. എന്തും കാരണമേ ചൊല്ലുക പിന്നെ ഇല്ലേ. അതുകൊണ്ട് തഖ്വാ ചൊല്ലുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ചൊന്നിട്ടോ അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോ ഞങ്ങൾ ഖബറ് എണിച്ചിട്ട് അൽഹംദുലില്ലാഹ് റാഹത്തായി പോയി. എന്തൊരു അത്ഭുതമല്ലേ. തലക്കെടുത്തോണ്ടാ ഞങ്ങൾ ആലോചനാക്കിരമ ഖബറ് അത്ര സമയം കടന്നിട്ട് എണിച്ചിട്ടും എണിക്കുമ്പോ അൽഹംദുലില്ലാഹ് ഞങ്ങളെ ബേജാറ് എല്ലാം നീ ഇല്ലാണ്ടാക്കിയല്ല റബ്ബേ, അൽഹംദുലില്ലാഹ്. ഇമേജ്, ഒരു ഇമേജിനേഷൻ, ഒരു ഇമേജ് ആക്കോ. വലിയ ഒരു റാഹത്തില് ഒരു കുടുക്കുല് കുടുങ്ങിയിട്ടില്ല. റാഹത്തിലെ ഇന്ന ഞങ്ങളെ ബേജാറല്ല പോയിട്ട് ഞങ്ങൾക്ക് ഒരു ബേജാറും ഞങ്ങൾ സ്പർശായിട്ടില്ല. ആ നിലപാടായിട്ട് തഖ്വാച്ചുടെ ആ നിലപാട് അവിടേക്ക് ഞങ്ങൾ എത്തിയ തഖ്വത്തെ ഭാഗത്ത് ഞങ്ങൾ എത്തിയേണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ട ആ തഖ്വയുടെ ഭാഗമായിട്ട് ഔലിയാക്കന്മാർ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തുള്ള കാരണം ഒരു സംഭവം കൂടി നാം ഓർമ്മയാക്കട്ടെ. ഉഹദ് യുദ്ധം നിങ്ങൾ കൊണ്ടുണ്ടല്ലേ, ആ ഉഹദ് യുദ്ധം ಅದಕ್ಕೆ വേണ്ടിയുള്ള സന്നദ്ധತೆ, ಅದಕ್ಕೆ വേണ്ടിയുള്ള ആ ഒരു തയ്യാറെടുപ്പ് നടക്കുമ്പോ
ഒരു സ്വഹാബി അയാളെ കാലിൽ മുടന്തുണ്ട്, അയാൾക്ക് സമം നടക്കുക തീരില്ലേ. റസൂലുള്ള ചൊന്ത് ഇയാളെ ലൈനിൽ നിപ്പാട്ടണ്ട, ആയെങ്കിലും അയാൾ കേൾക്കില്ലേ. അവസാനം ഒത്തായ പൂർവകമായിട്ട് സൈനിക അയാളെ ജോയിൻ ആക്കപ്പെട്ടത്. ആ മക്കൊക്കെല്ലാം ആ കുടുംബക്കാർക്കെല്ലാം വില ബേജാറ്. ഇയാള് കാല് വലിച്ചോണ്ട് പോയോണ്ടുണ്ട്. യുദ്ധത്തിക്ക് പോയെങ്കിൽ ഇയാൾ പിറകെ ഓടി ബറുണ്ട്. ഉപ്പായിട്ട് അയാള് ചൊല്ലേ പടച്ച റബ്ബേ, ഉഹുദിലെ ആ യുദ്ധഭൂമിക്ക് നാ പോയെങ്കിൽ നന്റെ നീന് തിരിച്ച് നന്റെ ഔത്തു കടത്തണ്ട റബ്ബേ. ഒരു ദുആ. അങ്ങനെ യുദ്ധം പ്രാരംഭിക്കട്ടെ. അങ്ങനെ യുദ്ധത്തിൽ അയാൾ ഷഹീദായിട്ട് ആ മദീനത്തേക്ക് അയാളെ മയ്യത്ത് കൊണ്ടുവരാ ചെന്നിട്ട് ആഗ്രഹിക്കുമ്പോ വാഹനത്തെ ആ ഒണ്ടയുടെ മേലിൽ പത്തുവാട്ടുമ്പോ ഒണ്ട മുട്ടുകുത്തുറോ ഇല്ല. അയാളെ മയ്യത്തിനെ ഷഹീദായ അയാളെ മയ്യത്തിനെ മദീനത്തേക്ക് കൊണ്ടുവരുക സാധ്യാവൂല്ല. അങ്ങനെ റസൂലുള്ള ചൊന്തവിടെ ഉഹുദിലെ നിങ്ങൾ അയാളെ മറമാടൊരു ചൊന്നിട്ട് അങ്ങനെ ഉഹുദ് ഭൂമിയില് അംർ ഇബ്നുൽ ജുമുഅ റളിയല്ലാഹു അൻഹുടെ മറമാടപ്പെട്ടേ. സംഭവം എന്താ? അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയതുണ്ട്. വല്ലദീ നഫ്സി ബിയദി. ഔലിയാക്കന്മാര് സ്വഹാബത്തിൽ ഇന്നില്ലേ? സ്വഹാബികളിൽ ഔലിയാക്കന്മാരില്ലേ? ചില ചോദ്യങ്ങൾ ചില ആൾമാർ കേൾക്കേണ്ടതുണ്ട്. എന്നെങ്കിൽ ഇതാ റസൂലുള്ളാഹി ചൊന്നത് വല്ലദീ നഫ്സി ബിയദി ഇന്ന മിൻകും ലമൻ ലവഖസമ അലല്ലാഹ്. നിങ്ങളെ കൂട്ടത്തിൽ ചില ആൾമാരുള്ളത്, ചില ആൾമാർ അങ്ങനത്തെ ആൾമാർ കുന്തുണ്ടാ. അങ്ങ് എന്തെങ്കിലും ഒന്ന് കേട്ടെങ്കിലേ, അള്ളാഹുവിനോട് സത്യമായിട്ടിട്ട് കേട്ടെങ്കില് അതിനെ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കട. ആ ക്ഷണം ആ നിമിഷത്തില് പൂർത്തിയാക്കി കൊടുക്കടാ, പൂർത്തിയാക്കി കൊടുക്കടാണ് ചൊന്നിട്ട് റസൂലുള്ള ചൊല്ലുണ്ട് മിൻഹും അംർ ഇബ്നുൽ ജുമുഅ. ഈ അംർ ഇബ്നുൽ ജുമുഅ റളിയല്ലാഹു അൻഹു ആ മഹാന്മാരിൽപ്പെട്ട ആളായിട്ട് അംർ ഇബ്നുൽ ജുമുഅ എന്തെങ്കിലും കേട്ടെങ്കിൽ അപ്പമേ അള്ളാഹു ഉത്തരം കൊടുക്കടാ. അതായിട്ട് ഔത്ര ഭർത്താമ്പത്തുകോ എന്റെ അഹ്ലക്ക് നന്റെ മക്കളെ മുട്ട നന്റെ പിറകു നീ കടത്ത കുത്തിയിറാണ്ട് എന്നിട്ട് ദുആർന്നില്ലേ, ആ ദുആ അള്ളാഹു കബൂലാക്കിയ. മാത്രമല്ല ചൊല്ലു വലഖദ് റഅയ്തുഹു യതൗഫിൽ ജന്നാ. മഹാനായ അംർ ഇബ്നുൽ ജുമുഅ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിൽ വെച്ചിട്ട് കാലിങ്ങനെ വലിച്ച് നടക്കുന്നത് നാ കണ്ടോണ്ടില്ലേ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോ ഇവിടെ തഖ്വ കൊണ്ട് ഈമാൻ കൊണ്ട് ആൾമാർ ഉന്നതമായ സ്ഥാനം അങ്ങ് കരസ്ഥമാക്കണത് ചൊല്ലത് ഈ സംഭവത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കുക സാധ്യവിടെ. മാത്രവുമല്ല ഒരു മഹാന്മാരായ ചില ആൾമാർ ചൊല്ലുന്ന വിഷയം, കുറെ ആൾമാർ ഇങ്ങനെ നടന്നോണ്ട് പോകുമ്പോഴോ അവിടെ ചെന്നായി ചെന്നെങ്കിൽ തോള അതേപോലെ ആട് ഒട്ടിಗೆ മേഞ്ഞോണ്ടുണ്ട്. ഈ തോളെന്താക്കില്ല ആ ആട് പിടിക്കൊക്കെ പോണ്ടല്ലേ. ഇത് ചങ്ങായി പാടെപ്പാ ഇങ്ങനെ ഈ ആടും അതുപോലെ ഈ തോളവും ഈ ചെന്നായും എങ്ങനെ ഇത് ചങ്ങായി മാറായത് എങ്ങനെ? പരസ്പര ശത്രുവല്ലേ? കൂടുതൽ ഹിക്മത്തുണ്ട് മഹാന്മാരായ ഔലിയാക്കന്മാർ. ഇവിടെ നോക്കൊരു ഉള്ളാളത്തെ ഈ ദർബാർക്ക് ശത്രുക്കളില്ല. എന്തുകൊണ്ട്? എല്ലാരും ഈ ദർബാർക്ക് ബണ്ടർ, ഈ ദർബാർക്ക് എല്ലാരും ബണ്ടർ. ഇവിടെ ശത്രുതയില്ല, ദ്വേഷമില്ല, പകയില്ല, അല്ലെ? അങ്ങനത്തെ അവസ്ഥയല്ലേ? എന്തുകൊണ്ട്? അത് ഇത് ആട് മേക്കിടയാളില്ലേ? ആട് മേക്കിടയാള് അല്ലാഹുക്ക് സമമായപ്പോ, അല്ലാഹുവിനൊട്ടുക്ക് സമമായപ്പോ അതാ മൃഗങ്ങ പോലും അത് സമയത്ത് ആ റായിയുടെ കീഴിലുള്ള ഗണിയത്തെ ആട് മേക്കടവണില്ലേ അയാള് അള്ളാഹുമായിട്ട് സമായപ്പോ ആ ആടും അയാളെ കീഴിലുള്ള ഗണികത്തെ ആടും കാട് പ്രാണിയും ചങ്ങായി പാടലൈത്ത്. ഇത് അള്ളാഹുമായിട്ടുള്ള അടുത്തെങ്കിൽ തഖ്വയുമായിട്ട് ഈമാനുമായിട്ട് അടുക്കുമ്പോ അള്ളാഹു ഞങ്ങൾ തന്റെ ഉന്നതമായ മോമിനീങ്ങോ അള്ളാഹു തന്റെ വലിയ ഉന്നതമായ സ്ഥാനം ചൊല്ലത് കൂടെ ഞങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ തഖ്വ ചൊല്ലതിനെ ಬಗ್ಗೆ ഞങ്ങൾ ഇവിടെ മനസ്സിലാക്കുമ്പോ ആ തഖ്വ ചൊല്ലത് ഞങ്ങളെ ഖൽബുക്ക് വരണമെങ്കിൽ
അല്ലാഹുടെ ഭാഗ്യം നിങ്ങൾ തിരിയണു. വത്തഖ്വാ തജ്രീദു സിർരി അമ്മാ സിവല്ലാഹ്. അല്ലാഹുടെ മറക്കാനുള്ള ഒരു അവസ്ഥ, അല്ലാഹുടെ മറക്കാനുള്ള ഒരു അവസ്ഥ കേട്ടാ. ഞങ്ങൾക്കിപ്പോ ചിലപ്പോ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് സമയത്തേക്ക് ഞങ്ങൾ നിസ്കരിക്കുക, അതല്ലെങ്കിൽ നല്ല കാര്യം അള്ളാഹുടെ ഓർക്കുക, ചിലപ്പോ ഞങ്ങൾ വിട്ടുപോണ്ടാണ്ട് വെക്കുക. ഇന്നെങ്കിലും ഒരു തലനൊമ്പുല വന്നെങ്കിലും വർക്കുണ്ടാ നിസ്കരിക്കോ, ചിലപ്പോ വർക്ക് പണ്ടല്ലേ തലകുത്ത് വന്നിട്ട് വെക്കാൻ നോക്കോ. ചെറിയൊരു മൈഗ്രീൻ തലകുത്ത് വന്നിട്ടാകുമ്പോഴോ വറക്കില്ല. ചെറിയ ഒരു തലകുത്തു അങ്ങനെ വറക്കില്ലാണ്ടാക്കോടും. ചെറിയൊരു പണി വന്നെങ്കില് ബിരിയാണി വേണ്ട ബിരിയാണി ഒന്നും ആവില്ല. ചെറിയൊരു പണി, നല്ല ബിരിയാണി, ഹൈഫൈ ബിരിയാണി, ദമ്മുടെ ബിരിയാണി പണി വന്നെങ്കിൽ വേണ്ട. എന്തേ പ്രോബ്ലം? പണി ചെറിയൊരു പണിയായിട്ടിക്കടേ. നടുനൊമ്പുല ഒരു ഭയങ്കര വലിയ ബെടക്ക് മനുഷ്യവണു. അവന് എല്ലാം എന്തും ബുഡില്ല. അവണു ഭയങ്കര ടെമ്പററി മനുഷ്യ. അവനക്കൊരു നടുനൊമ്പുല വരട്ടൂല, മൂറൊന്നുമില്ല. ഹൈത്തുന്നുണ്ടത് തീന്തവിടെ അല്ലേ? നടുനൊമ്പുല വന്നെങ്കിൽ തീന്ത് അവന്റെ എല്ലാ അവന്റെ പവറും അവന്റെ പിരാന്തും എല്ലാം അവിടെ. അതേ സമയത്ത് ഓർത്തര ബാരിങ്ങനെ അവനക്ക് അതൊന്നും വിടുകാവില്ല, പേന്തിരുന്ന് വിടുകാവില്ല. എന്തേ അവന്റെ ബേറ് ഒരു നാല് ജീർണാവാണ്ടിണ്ടെങ്കിൽ അവന്റെ ബേറ് അവിടെ പൊന്തിട്ടിങ്ങനെ ഉപ്പിട്ടിന്നെങ്കില് അവന് പിന്നെ അത് വേണ്ട. എന്തേ ബേറ് സമയുന്നത് കൊണ്ട് അവനക്ക് വിടുകാവില്ല. അത് ബേറ് സ്റ്റക്കായി പോയെങ്കില് ബന്ധായി പോയെങ്കിൽ അതൊന്നും പ്രശ്നമല്ല. അതേപോലെ ഒരു ഭാഗം തളർന്നു പോയിട്ട് അവനക്ക് നടക്കുകയും എണിക്കുകയും ആയില്ലാണ്ട് കണ്ടെങ്കില് പിന്നെന്തു വേണ്ട അവനക്ക് അല്ലേ? ഇതല്ലേ മനുഷ്യരുടെ അവസ്ഥ. അപ്പൊ ഇവിടെ മനസ്സിലാക്കണം, തലകുത്തു തറാണ്ട്, പണിയും തറാണ്ട്, നടുനൊമ്പലവും തറാണ്ട്, ബേർനൊമ്പലവും തറാണ്ട്, ഒരു ഭാഗം തളർന്നു പോകാണ്ട് നമുക്ക് സദാ ജാവും പവലും ഞങ്ങളെ കാക്കിട റബ്ബ് പടച്ച തമ്പുരാൻ. ഓർക്കണ്ടേ അവന്റെ അങ്ങനെ ഞങ്ങൾ ഓർത്തേണ്ട് കണ്ടെങ്കില് ഏതെങ്കിലും ഒരാള് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങോ തന്നോണ്ടുള്ള ഗണികത്തിന്റെ നിഅമത്ത്, ആ ചെറിയ ചെറിയ നിഅമത്തായെങ്കിലും അതിങ്ങനെ ഓർത്തോണ്ടിരുന്നെങ്കിൽ അല്ലാഹുവിടെ ഒരു സമയത്ത് പോലും അവനക്ക് മറക്കുക സാധ്യയില്ല. അവന് മറക്കുക അവനെ കൊണ്ട് സാധ്യമില്ല. അതായിട്ടിക്കട് അല്ലാഹുവിടെ ബഗ്ഗയുള്ള അറിവ് ഇതാ ഇവിടെ മനസ്സിലാക്കണായത്. അങ്ങനെയുള്ള റബ്ബുടെ ഭാഗ്യമൻ ഖാഫല്ലാഹ്, അല്ലാഹുവിടെ പേടിച്ചേണ്ട് കണ്ടെങ്കിൽ ഖാഫഹു കുല്ലു ശൈ, എല്ലാം അല്ലാഹുവിടെ പേടിക്കും. അല്ലാഹുവിടെ പേടിച്ചെങ്കിൽ ബാക്കി എല്ലാം അവന്റെ പേടിക്കടേ. അതേ സമയത്ത് മല്ലം യഖഫില്ലാ, അല്ലാഹുവിടെ പേടിച്ചില്ല വെറുതെ ബാക്കി എല്ലാരും എന്തെങ്കിലും ബാക്കി എല്ലാരും പേടിക്കേണ്ടി വന്നു. അള്ളാഹുവിടെ പേടിക്കാണ്ടിരുന്നെങ്കിൽ പിന്നെ ബാക്കി ഉള്ളതിന് എല്ലാத்தையும் പേടിക്കണം. നായി പൂച്ചനെയും പേടിക്കണം. ഇപ്പൊ കാണില്ലേ നിങ്ങളെ അവസ്ഥ? നിങ്ങൾ എല്ലാத்தைയും പേടിക്കണം. കാരണം എന്തേ? അള്ളാഹുവിടെ പേടി ഇല്ലാത്തത് കൊണ്ടായിട്ടിക്കടേ. അള്ളാഹുവിടെ പേടി നമ്മൾ ഇന്നലെങ്കില് പിന്നെ ആരെ പേടിക്കേണ്ട ആവശ്യകതയും ഇല്ല. അങ്ങനെ ഇതെല്ലാം നമുക്ക് ബറകുള്ളതായ തെറും അത് തഖ്വ കൊണ്ടുള്ള ആ ഒരു മഹനീയമായിട്ടുള്ള ആ ഒരു അവസ്ഥയെ ಬಗ್ಗೆ നിങ്ങൾ ചിന്തനാക്കരുതായിട്ടിക്കടേ. മൻഫനാ ഫിൽ ഹഖ്, ആ ഹഖായ റബ്ബ് വാജിബുൽ വജൂദ് ആയിട്ടുള്ള റബ്ബ്, ആ റബ്ബുടെ ಬಗ್ಗೆ തിരിയോക്ക് പോകുമ്പോ ഞങ്ങൾക്ക് അതൊക്കെ ഹഖീഖത കുല്ലി മൗജൂദ്, ഈ ദുനിയാവിലുള്ള ആകാശഭൂമി കടലും കാടുമെല്ലാം അതിലുള്ള സർവങ്ങളുമെല്ലാം ഇതിനെല്ലാം ഹഖീഖത്തിനെ മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ ಬಗ್ಗೆ നിങ്ങൾ മനസ്സിലാക്കുമ്പോ സാധ്യവിടും. അവിടെ അല്ലാഹുവിന്റെ ಬಗ್ಗೆ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ അല്ലാഹുവിന്റെ ಬಗ್ಗೆ തിരിയോക്ക് പോകുമ്പോ
ഞങ്ങളെ ഖൽബിങ്ങനെ ഉണർറുക. ആ ഉണർവില് നമുക്ക് തഖ്വ രൂഢമാവിടെ. അതായിട്ട് മനസ്സിലാക്കുന്നത് ഉമർ റളിയല്ലാഹു തആല അൻഹുടെ മുട്ട ഒരാള് വന്നിട്ട് നമുക്ക് എപ്പോ ഈ ദുനിയാവിടെ പ്രശ്നമേ അല്ലേ, വയലുക്ക് ബന്തെങ്കിൽ ദ്വാർപ്പോട്ടു ആ പ്രശ്നം കൊണ്ട് ഈ സമസ്യ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഞങ്ങളെ സമസ്യ തീരോഗുണ്ടാ എന്നെങ്കിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിട്ടിക്കടെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുടെ മുട്ട വന്നിട്ട് ഒരാൾ കേക്കടെ വല്ലനീ മിമ്മാ വല്ലാക്കല്ലാഹ്. ഉമറേ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾക്ക് ധാരാളം അധികാരം അല്ലാഹു തന്നിടാ. അതുകൊണ്ട് ഞാനൊരു പാവ, ഞാനൊരു സാധുവായിട്ടിക്കടെ, ഞാനൊരു മുഹ്താജായ ആളായിട്ടിക്കടെ. അതുകൊണ്ട് നിനക്ക് ചില ആവശ്യകതകളുണ്ട്. ഏതെങ്കിലും അധികാരം നിന്റെ നിങ്ങൾ ഏൽപ്പിക്കണോ? നിന്റെ ജീവിതത്തിൽ ഭേന്മായിട്ടൊരു അധികാരം നിങ്ങൾ ഏൽപ്പിക്കണോ? ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു കേക്കടെ അതഖറഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതുക വേണ്ട. ക്വാളിഫിക്കേഷൻ അതായിട്ട് ഖുർആൻ ഓതുക വേണ്ട. പയച്ചോളുടെ ഖുർആന്റെ ಬಗ್ಗೆ ഞാൻ അത്ര പഠിച്ചിട്ടില്ലേ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലിടും ഇന്നാലാ നുവല്ലി മല്ലാ യഖറഉൽ ഖുർആൻ. ഖുർആനില്ലാത്ത ആൾമാർക്ക് ഞങ്ങൾ സ്വറ കൊടുക്കലില്ല, ഞങ്ങൾ സ്വറ കൊടുക്കലില്ല. അപ്പൊ എന്താക്കണം, ഇപ്പൊ ഈ സ്വറ കിട്ടണമെങ്കിൽ ഉമർ റളിയല്ലാഹുവിന്റെ ഈ ഖിലാഫത്തില്, ഈ അധികാര പരിധിയില് ഏതെങ്കിലും ഒരു സ്വറ കിട്ടണമെങ്കിൽ ഖുർആൻ പഠിക്കണല്ലേ ചൊന്നിട്ട് അയാള് ഖുർആൻ പഠിക്കുക പോണ്ടോ. അങ്ങനെ ഖുർആൻ പഠിക്കുക തയ്യാറാവുട്. അങ്ങനെ ആള് പോയിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു അയാളെ കാണോ കിട്ടിട്. അങ്ങനെ കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കേക്കടു മാ യാ ഹാദാ അഹജറുതനാ, നിങ്ങൾ സ്വറ തന്നിട്ടില്ല ചൊന്നിട്ടുള്ള ബേജാറാ. ആ സമയത്ത് അയാൾ ചൊല്ലി യാ അല്ലാഹ് യാ അമീറുൽ മുഅ്മിനീൻ ലസ്ത മിമ്മൻ യുഹ്ജറു, നിങ്ങൾ അർസാക്കോ, നിങ്ങളിട്ട് അർസാക്കോ സാധ്യമാ. വലാകിന്നി തഅല്ലംതുൽ ഖുർആൻ, നിങ്ങൾ ചൊന്നരല്ലേ സ്വർത്ത് വന്നപ്പോ ചൊന്നരല്ലേ, നക്കൊരു സ്വറബേനുണ്ട് നാ കേട്ടോണ്ട് വന്നപ്പോ ഖുർആൻ പഠിക്കോ ചൊന്നരല്ലേ. അങ്ങനെയാണ് ഖുർആൻ പഠിക്കു പോയേ. അങ്ങനെ ഖുർആൻ പഠിച്ചിട്ട് പിന്നെന്തേ നിങ്ങൾ ബറാത്തത് അലക്കേക്കട്ടെ, മിന്നെന്തേ നിങ്ങൾ ബറാത്തത്. അപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊന്ന ഒരു പലകമുണ്ട്, ഫഅഗ്നാനില്ലാഹ്. ഞാൻ ഖുർആൻ പഠിക്കാണ്ടിരിക്കുമ്പോ നിങ്ങളെ മുട്ടനാണ് സ്വർത്തകായിട്ട് വന്ന് സ്വർഗിട്ടോണു ചൊന്നിട്ട്. ഇപ്പൊ നോക്കുമ്പോ ഞാൻ ഖുർആൻ പഠിച്ചപ്പോ അല്ലാഹു നന്റെ എന്താക്കിയ ഐശ്വര്യനാക്കിയ നന്റെ ആവശ്യമുള്ള കാര്യം ആണ്. വേറൊരാളെ മുട്ട പോവാത്ത പോലെ നന്റെ അള്ളാഹു കാത്താം. അതുകൊണ്ട് ഉമർ റളിയല്ലാഹുവിന്റെ മുട്ട നക്ക് വരേണ്ടതില്ല. ഉമറിന്റെ ബായിലെ മുട്ട പണ്ടതിന് തൊട്ട് അള്ളാഹു നന്റെ കാത്താം. അത്ഭുതല്ലേ? ഖുർആൻ പഠിച്ചിട്ടാകുമ്പോ ഇങ്ങനെ ഒരു ആവശ്യകതമേ ഇല്ലാണ്ട് ചൊല്ലെ കണിക്കത്തെ ഒരു അവസ്ഥക്ക് എത്തിയിട്ടുണ്ടാകുമ്പോ ഉമർ റളിയല്ലാഹു കേക്കട് നിങ്ങൾക്കു ഇത്രയും ഈ സ്വർത്തക്ക് ബറാത്ത പോലെ നന്റെ ബായിലേക്ക് ബറാത്ത പോലെ നിങ്ങളെ തടഞ്ഞ് ആ ഒരു ആയത്ത് ഒന്ന് ചൊന്നു തറമാൻ. ആ സമയം അയാൾ ഓതിക്കൊടുക്കടേ അയ്യോ ആയത്തിൻ അഗ്നൈതക, നിങ്ങളെ ഏത് ആയത്തായിട്ടിക്കട് നിങ്ങളെ നന്റെ ബായിലെ മുട്ട ബറാത്ത പോലെ ആക്കിയത് എന്ന് ചൊന്നപ്പോ യജ്അൽ ലഹു മഖ്റജാ ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا.
തലാഖ് സൂറത്തിലെ ആ ആയത്ത് ഓതി കൊടുക്കണേ. എന്തിനതിൽ ചൊന്നേ? അല്ലാഹു ഒരാൾ തഖ്വ ആക്കിയെങ്കിലേ യജ്അൽ ലഹു മഖ്റജാ, അവനുക്ക് എല്ലാ സമസ്യകളെ തൊട്ട് അല്ലാഹു പരിഹാരം കൊടുക്കടാ. വയർസുഖു മിൻ ഹൈതു ലാ യഹ്തസിബ്, കണക്ക് കാട്ടാത്ത, കണക്ക് നോക്കാതെ, തെരിയാത്ത ഭാഗത്തിലൂടെ റിസ്ക് അല്ലാഹു അവനുക്ക് എത്തുവാട്ടാ. വമൻ യതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിന്റെ മേലെ ഭാരമേൽപ്പിച്ചെങ്കിൽ അല്ലാഹു മയ്യാവു ഇന്നല്ലാഹ ബാലിഗു അംരിഹി, അല്ലാഹു മയ്യാവു അവന്റെ കാര്യം അല്ലാഹു പൂർത്തിയാക്കടാ. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ, എല്ലാത്തിനും അല്ലാഹു നിശ്ചയിച്ചിടാ, എല്ലാത്തിനും അല്ലാഹു നിശ്ചയിച്ചിടാ. ആ നിശ്ചയത്തെ വിട്ടുപോണുക ഒരാൾക്കും ഒരു സമയത്തും സാധ്യമേ അല്ല. അതായിട്ടേക്ക് മഹനീയമായ ആ ഒരു മഹത്വം തഖ്വ കൊണ്ട് കിട്ടുന്നത്. തഖ്വ ഒരാളെ ഖൽബിൽ രൂഢമായെങ്കിൽ അവനുക്ക് പിന്നെ ഏത് നിലക്കും വേറെ ഭാഗത്ത് അവൻ തിരിയേണ്ടതില്ല. അവനുക്ക് റിസ്കിനെ ಬಗ್ಗೆ ടെൻഷൻ വേണ്ട, അവനുക്ക് യാതൊരു സമസ്യകളെ ಬಗ್ಗೆ ടെൻഷൻ വേണ്ട. അവന്റെ കാര്യമെല്ലാം അല്ലാഹു ഏറ്റെടുക്കടാ ചൊല്ലകണിക്കത്തെ വിഷയമായിട്ടിക്കട്. അങ്ങനെയുള്ള ആ മഹനീയമായ ആ ഒരു അവസ്ഥയെ എത്തുന്നത് എന്തുകൊണ്ട്? ഇന്നത്തെ വിഷയമായ തഖ്വ ചൊല്ലുടെ മഹനീയമായ കാര്യം കൊണ്ടായിട്ടിക്കട്. ഉമർ ഇബ്നു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ നവാഹിൽ മദീന, മദീനത്തെ ചില ഭാഗത്തിൽ ഇങ്ങനെ കൂട്ടത്തോടു കൂടി സഞ്ചരിക്കുമ്പോ അവിടെ ഒരു ആടുമേക്കടെ ഒരാള്, ഒരു ആടുമേക്കടെ ഒരാള്, ആ ആടുമേക്കടെ ആള് മുട്ടെത്തിയപ്പോ ചൂടുള്ള നാളായിട്ട് കിടേ. അങ്ങനെ സൂപ്പറായിട്ടിട്ട് ഉണ്ണകോ ഭക്ഷണം ഉപയോഗമാക്കുമായിട്ട് അവിടെ തയ്യാറാവുമ്പോ അവിടെ ആയിട്ടിക്കടേ അതിലെ കൂട്ടത്തിലുള്ള ഒരാൾ വിളിക്കണുണ്ടാ. അപ്പൊ ഞങ്ങ ഇപ്പോ ആളുകളെ പോയില് പിന്നെ എല്ലാരും പിരിഞ്ഞു പോകട്ടെ, ഒത്തുപണ്ണിങ്ങ അപ്പുറം പോകട്ടെ ചൊന്നുണ്ട് നാൽച്ചനാക്കിടല്ലേ എന്നെങ്കിൽ മഹാന്മാരായ ആൽമാരെ സ്വാലിഹ്യങ്ങളെ പതിവ് അതെന്തിനെന്നെങ്കിൽ അത് ഏതെങ്കിലും ഒരാള് കൂട്ടത്തിൽ ഉണ്ണകു കൂട്ടത്തിൽ കൂട്ടത് അതായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ പാരമ്പര്യം. അങ്ങനെയുള്ള ആ ഒരു കൾച്ചർ. അപ്പോ ആ സുപ്രത്തേക്ക് വിളിച്ചിട്ടാകുമ്പോ അയാൾ ചൊല്ല് നക്ക് നോമ്പുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇത്രയും ചൂടുള്ള ഈ ടൈമിൽ നോമ്പ് നോക്കണേമാ, ഇത്രയും ചൂടായ ഈ നാളില്. അപ്പോ വലിയൊരു വിഷയം ഇനി ഉബാദിറു അയ്യാമിൽ ഖാലിയാ, ആറുമില്ലാത്ത സഹായത്തിന് വരാതെ കുട്ടുകുടുംബങ്ങൾ ഓടിപ്പോണ്ട ടൈമുണ്ടല്ലേ. ഒരു ബന്ധവും ഒരു സംബന്ധവും ഇല്ലാത്ത ഒരു സമയമുണ്ടല്ലേ. അണ്ടത്തെ 4 പേന്മായിട്ട് നാ നോമ്പ് നോക്കിയുണ്ടല്ലേ. ആ പലക്ക ചൊന്നിട്ടാകുമ്പോ നോക്കണു ഇയാള് ചൊന്നത് എത്രമാത്രം ശരിയുണ്ട്, ഇയാള് ചൊല്ലത് എത്രമാത്രം കറക്റ്റ് ഉണ്ട്, അതുകൊണ്ടൊന്ന് പരീക്ഷിക്കണോ ചൊന്നിട്ട് അയാള് പരീക്ഷിക്കോ തയ്യാറാവിടെ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അപ്പൊ ചൊല്ലു ഒരാട് വിക്കമ, ഒരാട് ഇത്രയും വലിയ ആട് രാഷ്ട്രീയ ഉണ്ടല്ലേ, അതുകൊണ്ട് ഒരാള് ഒരു ആട് വിക്കമ, ഒരാട് നിങ്ങക്ക് നിങ്ങൾ എന്താക്കട ആട് അറുത്തിട്ട് ഇറച്ചും തണ്ട പൈസ ഒന്നും തണ്ടാണ്, രണ്ടും തണ്ട. നിങ്ങൾക്ക് ഹക്കീക്കത്ത് അർത്ഥ പോലെ അർത്ഥാൾക്കും പൈസ ഉണ്ട് ഇറച്ചും കിട്ടു എന്ന പോലെ ആടൊന്നു തരമ ഞങ്ങ ആട് തന്നിട്ട് കണ്ടെങ്കില് ആട് വില തണ്ട, അതിനൊട്ടിക്ക് ഇറച്ചും തണ്ട. എങ്ങനെയാണ് സുബ്ഹാനല്ലാഹ്, നാണ് ഈ ആടിന് മേക്കടവന് മാത്രം ഇതിന് യജമാനനാണല്ല. അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലുടേ, ഫമാ സാ സയ്യിദുക ഇദാ ഫഖത്തഹാ ഫഖുൽത അഖലഹ ദിബു. അങ്ങനെയാണെങ്കിൽ അത് ചെന്നായി ഒരു തോള പിടിച്ചിട്ട് പിലി പിടിച്ചിട്ട് ചൊല്ലല്ലേ. അപ്പൊ അയാൾ ചൊല്ലു, യാ അല്ലാഹ് ഫവല്ലറായി, ഓടിത്ത് അയാള്. ഇങ്ങനത്തെ ദഗൽബാജി, ഇങ്ങനത്തെ വഞ്ചന, ഇങ്ങനത്തേതായ കഠോരമായ അന്യായ അക്രമ അവിടെ കണിക്കത്തെ ജാഗില് അതിനെ ബിസ ആവണ്ട, അതിനെ ബിസയ പടക്കല പറയുന്ന അവിടെ നാണില്ല ആടുമേക്കട ഓടിക്ക്. എന്താ സംഭവം? തഖ്വ ഇതായിട്ട് തഖ്വ ചൊല്ലിയത് ഏതെങ്കിലും കാടിലുള്ളതല്ല, ഏതെങ്കിലും ഒരു ഗൂടിലുള്ളതല്ല. തഖ്വ ചൊല്ലിയത് ഞങ്ങളെ നിത്യ ജീവനായിട്ട്.
തഖ്വ ചൊല്ലത് ഞങ്ങളെ നിത്യജീവനം എവിടെ അക്രമം അന്യായം തൊന്തര കാണ്ട് അവിടെ ഓടുന്നത് ഒരു വിഷയ. ഇത് ആദ്യ വിഷയത്തിൽ മാത്രമല്ല. ഒരാള് വന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പറഞ്ഞില്ലേ, വേണ്ടാത്ത പലക്കല്ല ചൊന്നില്ലേ, വേണ്ടാത്ത പലക്ക ചൊല്ലുമ്പോൾ നബി ചിരിച്ചോണ്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹുവിന് ഭയങ്കരമായ ബേജാറായുണ്ട്. അപ്പോ സിദ്ദീഖ് തടയോ കിട്ടില്ല, തടഞ്ഞു കിട്ടില്ല, ഇത്രയുള്ള പറയുമ്പോ നബി ചിരിച്ചോണ്ടുണ്ടല്ലേ റബ്ബേ. അപ്പോ അത്രാമത്തെ സിദ്ദീഖ് അർത്ഥമുണ്ട്. ഈ പറഞ്ഞ ആൾക്ക് തിരിച്ചിട്ട് പറയുക ഇങ്ങനെ തുടങ്ങുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ടാമത്തെ സിദ്ദീഖ് പറയുന്നത് കൂട്ട്, യാ റസൂലല്ലാഹ് നബിയേ, ആ മനുഷ്യൻ എന്നെ പറഞ്ഞോണ്ടിരിക്കുമ്പോ നിങ്ങൾ ചിരിച്ചോണ്ടിരുന്നത് എന്തേ? നന്റെ ഇത്ര ബേജാറ് നിങ്ങൾക്ക് എന്തേ? ഞങ്ങൾക്ക് നിങ്ങൾ സപ്പോർട്ടാക്കിയില്ലല്ലേ നബിയെ? ഞാൻ നിങ്ങളെ ആളല്ലേ നബിയെ? എല്ലാം ചൊന്നേ ആ ആളല്ലേ നാണ്. എന്തേ നണ്ട് നിങ്ങൾ സപ്പോർട്ടാക്കാട്ട്? ആ ആള് പറയുമ്പോ നിങ്ങൾ ചിരിച്ചോണ്ടിരുന്നല്ലേ നബിയെ? ആ സമയത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി, സിദ്ദീഖേ, ഞാൻ എണിച്ച് വന്നത് നിങ്ങളൊട്ട് ബേജാറിലല്ല, ഞാൻ അവിടെ ചിരിച്ചുകൊണ്ടുള്ളത് നിങ്ങൾ വിരുദ്ധമായിട്ടല്ല. ആ അപരിചിത മനുഷ്യൻ നിങ്ങളെ പറഞ്ഞോണ്ടിരിക്കുമ്പോ, നിങ്ങളെ വേണ്ടാത്തത് ചൊന്നോണ്ടിരിക്കുമ്പോ, നിങ്ങളെ വേണ്ടാത്തത് ചൊന്നോണ്ടിരിക്കുമ്പോ എന്താ സംഭവിച്ചത്? നിങ്ങൾക്ക് വേണമായിട്ട് ഉത്തരം കൊടുക്കുക അല്ലാഹുവിന്റെ ഭാഗത്തൊരു മലക്കുടെ സാന്നിധ്യമുണ്ട്. ഇനിയൊരുത്ത പറയിടെങ്കില്, ഇനിയൊരുത്ത വേണ്ടാത്തത് ചൊല്ലെങ്കു ഞങ്ങൾ നിരപരാധി ഉണ്ടായെങ്കിൽ ഞങ്ങൾ ഉത്തരം കൊടുക്കൊണ്ടില്ലേ? ഉത്തരം കൊടുക്കുക അല്ലാഹുവിന്റെ ഭാഗത്തിൽ ആളുണ്ട്. അതുകൊണ്ട് മലക്ക് ഉത്തരം കൊടുത്തോണ്ടിരുന്ന ഈ മലക്കുടെ ഉത്തരം കണ്ടിട്ട് നാ ചിരിച്ചോണ്ടിരുന്നേ, എന്നല്ലാണ്ട് അയാൾ പറയുന്നത് നോക്കിയിട്ട് നാ കണ്ടു ചിരിച്ചോണ്ടിരുന്നേ അല്ല. ഹബീബേ സിദ്ദീഖേ, നിങ്ങൾ എന്തിങ്ങനെ ബേജാറാവൂടെ? അങ്ങനെ പിന്നെ നാ എണിച്ചു വന്നതോ നിങ്ങൾ പറയുക തുടങ്ങിയാലല്ലേ, നിങ്ങൾ മുണ്ടാൻ തെച്ചോയിന്നറല്ലേ, നിങ്ങൾ തിരിച്ചിട്ട് അയാൾക്ക് പറഞ്ഞ ആൾക്ക് തിരിച്ചു പറയാ തുടങ്ങിയവരല്ലേ. അപ്പോ അതാ ഇബ്ലീസ് ഹാജരായ, അവിടെ ഇബ്ലീസ് വന്ന. അതുകൊണ്ട് നിങ്ങൾ സബറാക്കിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങളൊട്ടുക അല്ലാഹുവിന്റെ മലക്കുണ്ട്, തിരിച്ച് പറയാണ്ടിരിക്കുമ്പോ നിങ്ങളൊട്ടുക അല്ലാഹുവിന്റെ മലക്കുണ്ട്. അതേസമയം നിങ്ങൾ പറയാൻ തുടങ്ങുമ്പോ അവിടെ ഇബ്ലീസ് ഹാജരായ. അപ്പൊ ഞാൻ ഇബ്ലീസിന്റെ കൂടെ ദക്കിഴുത് സമ്മല്ല ചൊന്നിട്ട് ഞാൻ എണിച്ചു വന്നത് എന്നല്ലാണ്ട് നിങ്ങളൊട്ടുക്ക് ബേജാറിലല്ല. ഈ ഒരു സംഭവം വെച്ചിട്ട് ഞങ്ങളുടെ ജീവിതത്തെ തുരണം ചെയ്ത് നോക്കാൻ അങ്ങോട്ട്. ഈ സംഭവത്തെ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ ഭാഗത്തിലും, ഫാമിലി സംബന്ധത്തില്, ഞങ്ങളുടെ ചങ്ങായിമാരില്, ഞങ്ങളുടെ ജമാഅത്തില്, പല പല സന്ദർഭത്തില് ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടാവില്ലേ? അവിടെ ഞങ്ങളെ നിലപാട് എന്തിരേ, ഞങ്ങളെ നിലുവെന്തിരേ? ഞങ്ങപ്പ എന്താക്കടാ? അവന് ഒന്ന് ചൊന്നെങ്കിലേ ഉടണ്ടല, രണ്ട് ചൊന്നെങ്കിൽ നാല് ചൊന്നെങ്കിൽ 10. ഇതല്ലേ? എന്തുകൊണ്ട് അവന് ഒന്ന് ചൊല്ലുമ്പോ ഞങ്ങൾ രണ്ട് ചൊല്ലേ? കാരണം ഞങ്ങളുടെ കൽബില് പിർസ ഇല്ലാത്തത് കൊണ്ടായിട്ട്. പിർസ ഇന്നെ കൽബുക്ക് പലക്ക മുട്ട ആർക്കും കേക്കടേ ഇല്ല. ഫസ്റ്റ് മങ്ങിലായ കണിക്കത്തെ മങ്ങിലായിട്ട് 1 2 4 അങ്ങ് പലക്കാരുടെ ചിരിക്കട തുള്ളുടർ മാപ്പിള പെഞ്ഞായി ഞങ്ങോ ശബ്ദം കേക്കടേ ഇല്ല. എന്തേ? അങ്ങനെ കൽബ് ബോരി മുട്ടായിട്ടിക്കട്. അതേ മാപ്പിള പെഞ്ഞായി 2 വർഷം പോയാൽ പിന്നെ ഞാൻ ഔത്തര ബായിലേക്ക് പോകറില്ല, ജോർ പലക്കറിഞ്ഞോണ്ടിക്കട. എന്തേ? കൽബ് ദൂരായിട്ടിക്കടേ, വെടിഞ്ഞിട്ടിക്കടേ, അർസ വന്നിട്ടിക്കട്. ഞങ്ങളെ കൽബ് എത്ര കണ്ട് മുട്ടാവിടെ. അപ്പ പിന്നെ ഈ ശബ്ദത്തിന് വാല്യൂ ഇല്ല. ഞങ്ങളെ ശബ്ദത്തിന് വാല്യൂ അപ്പൊ എപ്പോ വേണ്ടേ? അത് ഗംഭീരത്തെ വേണ്ടേ? ഇപ്പോ വെലുവിലെ പലക്കങ്ങ വെലുവിലെ പറച്ചല് എപ്പോ ഞങ്ങൾക്ക് ജഹിൽ തറ ബറുമ്പായിട്ടിക്കടെ. അതുകൊണ്ട് ഇതും കൂടി ഞങ്ങൾ ആലോചനയാക്കൊണ്ട് അങ്ങനെ ആ ബെടക്ക് നടക്കുന്ന ജാഗത്ത് ഓടിപ്പോണ്ടേ. ആ ആടുമേക്കടെ ആള് പഠിപ്പാട്ടെ ഈമാനും തക്കോയുമായിട്ടിക്കടേ. ഇബ്നു ഉമർ റളിയല്ലാഹു പരീക്ഷിച്ചത് അങ്ങനെ. നേരെ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അവിടെ പോണ്ട് ഇയാളെ യജമാന 6 ചൊന്ന് കണ്ടുപിടിച്ചിട്ട് ചൊല്ല് അയാൾ നക്ക് തറന്നു നീങ്ങാൻ. അരെ ഈ ഓടിയ ആളുണ്ടല്ലേ ബെടക്ക് അക്രമ കണ്ടിട്ടാകുമ്പോ ഓടിയെ ആടുമേക്കടെ ആളെ അയാളെ പൈസ കൊടുത്തിട്ട് അയാളെ എടുത്തോണ്ടേ, എന്നിട്ട് അയാളെ സ്വതന്ത്രമാക്കടേ. നീ ഇത്രയും അള്ളാഹുടെ ಬಗ್ಗೆ മനസ്സിലാക്കിയ മനുഷ്യ, ആടുമേക്കടവനെ, അള്ളാഹുടെ ಬಗ್ಗೆ ഇത്രയും മനസ്സിലാക്കിയിട്ടിരിക്കുമ്പോ നീ അള്ളാഹുടെ അടിമയെങ്കിലും അയ്യാവും, മനുഷ്യന്മാരെ അടിമ നീയാവണ്ട.
അള്ളാഹുടെ അടിമ മാത്രമാവൂ. നീ ഒരിക്കലും ഒരു മനുഷ്യന്റെ മുന്നിലും തലകുണിച്ച് നിൽക്കണ്ട. നീ അള്ളാഹുടെ മുന്നിൽ തലകുണിക്കണം മാത്രമേയാവൂ. നീ ഒരുത്തരെ ഗുലാമാവണ്ട, അള്ളാഹുടെ ഗുലാമ മാത്രമെങ്കിൽ മെയ്യാവൂ. അഫലാ കുന അബ്ദൻ ശുകൂറാ. ഇതായിട്ട് യാഥാർത്ഥ്യം, തഖ്വ ഈമാനുമായുള്ള യാഥാർത്ഥ്യത്തിക്ക് നിങ്ങൾ കടന്നു പോകുമ്പോഴത്തേക്കോ അവിടെ മനസ്സിലാക്കണേ ഒരു യാഥാർത്ഥ്യം ഇതായിട്ട്. അതുകൊണ്ട് ആട് മേക്കടവണ് ശ്രേഷ്ഠനായില്ലേ. മാത്രമല്ല അവിടെ ഉള്ള ആടുകളെ എല്ലാം ആക്കിട്ട് അയാള് കൊടുക്കടി. ഇനി ആരെ മുട്ട നിങ്ങൾ ആട് മേക്കണ്ട, ഈ ആട് നിങ്ങൾ ഉപയോഗം ആക്കറോ, ഇതിൽ നിങ്ങൾ ജീവിക്കറോ, അള്ളാഹുടെ അടിമയായിട്ട് ഇബാദത്ത് എടുക്കറോ. എന്തൊരു സ്റ്റോറിയല്ലേ, ഒരു ഈമാനുള്ള മനുഷ്യന്റെ ഹൃദയം കോരിത്തരിക്കടെ സ്റ്റോറിയല്ലേ ഇത്. അള്ളാഹുക്ക് മാത്രം അടിമയാവണോ, അള്ളാഹുക്ക് മാത്രം തലകുണിക്കണോ. അതുകൊണ്ട് അള്ളാഹു നില കൽബിൽ ധാരാളമായി വന്നെങ്കിൽ അള്ളാഹു സലാമത്താക്കില്ലേ. മിഞ്ഞാണ്ട് തോലും അയാൾ ആട് മേക്കട ആള് ഇപ്പൊ നോക്കുമ്പോ ആടിന്റെ ഉടമസ്ഥനായ യജമാനാക്കിയത് ആര്? അല്ല മനസ്സിലാക്കെങ്കിൽ അവനക്ക് റിസ്ക് കൊടുക്കൂടാ, അല്ല കണക്കാക്കെങ്കിൽ അവനക്കൊന്ന് നിശ്ചയിക്കടാ. അതായിട്ടിക്കടേ ഇങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ, ഇതിങ്ങനെയുള്ള ധാരാളം സംഭവങ്ങളെ പറ്റി ഞങ്ങൾക്ക് മനസ്സിലാക്കുക സാധ്യ. അങ്ങനെ തഖ്വ ഈമാൻ ഞങ്ങളെ ഖൽബിൽ രൂഢമാവുമ്പോ ഞങ്ങളെ ജവാബ്ദാരികൾ നോക്കുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സംഭവം ഞാൻ വിശദീകരിക്കില്ലേ, കുറെ നീട്ടിച്ചൊല്ലില്ലേ. ഓരോ ഘട്ടനയിൽ ഉള്ളകണിക്കത്തെ തത്വം സത്വം അതിനുള്ള മഹനീയമായ അർത്ഥം ഞങ്ങൾക്ക് ഉപയോഗമാക്കുള്ളകണിക്കത്തെ യാഥാർത്ഥ്യം അത് നിങ്ങൾ മനസ്സിലാക്കാണ്ട് പോകുക തീരാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു ജാവല് അവിടെ തന്റെ വേഷം ബദലാക്കിയിട്ട് തന്റെ പ്രജകളെ സ്ഥിതി എന്തിനെ ചൊന്നിട്ട് തെരിയൊകുബേന്മായിട്ട് പോണ്ട് നോക്കുമ്പോ അവിടെ പട്ടിണി കിടക്കടെ മക്കളെ ಬಗ್ಗೆ അയാൾക്ക് അറിവുണ്ട്. ഒരു ഉമ്മ കള വെച്ചിട്ട് തണ്ണി വെച്ചിട്ട് ഇങ്ങനെ ബേപ്പാട്ടി ഉണ്ടോ എന്തിനെ മക്കൾ കൊടുക്കുബേന്മായിട്ട് അതിൽ കളത്തിൽ എന്തോ ഇല്ല, കാലി തന്നി പേപ്പാട്ടി ഉണ്ടുള്ളത്. ആ മക്കളിട്ട് ചൊല്ലി ഇപ്പബേ വിടു ഇപ്പബേ വിടു അപ്പാ വിടു ഇപ്പബേ വിടു ഗോതിബേ വിടു അരിബേ വിടു ഇങ്ങനെ എല്ലാം റെഡിയാവിടു തിണ്ടി റെഡിയാവിടു ചൊന്നുണ്ട്. എന്ത് ഈ ബേപ്പാട്ടത് ചൂടാക്കണത് മക്കാവ ബുൾപ്പിട്ട് ഉറങ്ങിപ്പോവട്ടെ ചൊന്നിട്ട് ഈ സംഭവം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണുക സാധ്യമാവുടെ. ഇത്രയും ദയനീയമായ അവസ്ഥ കണ്ടപ്പോ തന്റെ ഔത്തുക പോണ്ടേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ തന്റെ മക്കൾക്ക് വെച്ച അരിസാമാണ് ആഹാര വസ്തുക്കൾ എല്ലാം കെട്ടാക്കിട്ട് തന്റെ തലയിൽ പൊറുക്കുമ്പോ ആ സമയത്തിലായിട്ട് തന്റെ അടിമയായ അസ്ലമ ഉമർ റളിയല്ലാഹുവിനോട് ചൊല്ലത്, അസ്ലമ ചൊല്ലു അമീറൽ മുഅ്മിനീൻ നിങ്ങൾ എന്തൊക്കെ പൊറുക്കൂടെ, നിങ്ങൾ പൊറുക്കണ്ട നാ പൊറുക്കൂടെ. അപ്പ ചൊന്നൊരു പലക്കമുണ്ട്, അസ്ലമ ഇണ്ട് തന്റെ കെട്ടിടെ നിങ്ങൾ പൊറുക്കുക സാധ്യാവൂ. പക്ഷേ ഒരു നാളുണ്ട്, ഒരാളെ ആ തപ്പുടെ കെട്ട് ആ ദോഷത്തെ കെട്ട് വേറെ ഒരാള് പൊറുക്കുകയില്ല ചൊന്നിട്ടല്ല ചൊന്നില്ലേ എന്ന പോലെ നാളെ ഉമറിനെ കെട്ട് ആഖിറത്തിൽ വെച്ചിട്ട് ഈ ഉമറിനെ കെട്ടിടെ പൊറുക്കോ നിങ്ങൾ ഉള്ളറുണ്ട് കണ്ടെങ്കിൽ ഈ കെട്ട് നിങ്ങൾ പൊറുക്ക. അല്ലെങ്കിൽ ഖിയാമത്ത് നാളിൽ നന്റെ കെട്ട് നാണേ പൊറുക്കുന്നുണ്ടായെങ്കിൽ ഈ ദുനിയാവുടെ കെട്ട് നാണേ പൊറുക്കുടെ. ആ അവിടുത്തെ കെട്ടത്തിൽ കൊരുടിയാവല്ലേ. പലക്കങ്ങ മനസ്സിലാക്കണോ, സംഭവങ്ങളെ നിങ്ങൾ അർത്ഥാക്കണോ. ഇതായിട്ടിക്കട് യഥാർത്ഥത്തിലുള്ള ജീവിതം. അപ്പൊ തഖ്വ ചൊല്ലത് എന്തിന് ഞങ്ങളെ നിത്യ ജീവിതത്തിലുള്ള ഓരോ ഭാഗങ്ങൾ ആയിട്ടിക്കട് ചൊല്ല ആ ഓർമ്മയും ഞങ്ങൾക്ക് വേണു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തഖ്വത്തെ ಬಗ್ಗೆ എന്ത് ചൊന്നേം ഫഇന്ന ഖൈറസ്സാദി തഖ്വാ. ഞങ്ങൾ എന്തെല്ലാം ഒരുക്കി വെച്ചാ ബാങ്ക് ബാലൻസ് ഉണ്ട്, ഞങ്ങൾ ഇട്ടുക ഫ്ലാറ്റ് ഉണ്ട്, പിന്നെ അവിടെ ജാഗ ഉണ്ട്, പിന്നെ നമുക്ക് ഹോട്ടൽ ഉണ്ട്, പിന്നെ നമുക്ക് അങ്ങടി ഉണ്ട്, എല്ലാം റെഡിയാക്കി വെച്ചിട്ടില്ലേ. എല്ലാം അപ്ഡേറ്റ് ആയിട്ട് എല്ലാം കറക്റ്റ് ഉണ്ട്. ബിസിനസ് വഴിപാട്ട് അവിടെയും ഓടിയും എല്ലാം ഒരുക്കിയ വസ്തുങ്ങൾ എല്ലാം ഇതായിട്ട്. പക്ഷേ തഖ്വ ഇല്ല, ഭേന്മായതില്ല. തഖ്വ ഇല്ലാണ്ട് ഈ ഫ്ലാറ്റ് എടുത്തോണ്ട് പോണുകാവില്ലേ, സ്വത്തും എടുത്തോണ്ട് അള്ളാഹുടെ മുട്ട പോണുകാവില്ലേ.
ഇല്ലേ 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 ഏതുവരെ ചൊന്നെങ്കില് ഞങ്ങൾ പെത്തുപെറുമ്പോ ഉമ്മമാരെ ഒന്ന് ആലോചനാക്കണം. കണ്ണാട്ടിന് മുന്നൊല്ലു നിന്നിട്ട് എത്ര ചമഞ്ഞെങ്കിലും മയ്യാവില്ല, എത്ര ബണ്ണ തേച്ചെങ്കിലും മയ്യാവില്ല. ലോഹറും കൊന്തില്ല, അസറും കൊന്തില്ല, ഒന്നും കൊന്തില്ല. മൂലാഞ്ചി പൊടി പൊടിച്ചിട്ട് മങ്ങില നല്ല ഉഷാറായിട്ട് താളം എരിത്ത് എല്ലാം ഇത് സുബഹിയില്ല, ലുഹറില്ല, അസറില്ല, മഗ്രിബില്ല, ഇശായില്ല, നിസ്കാരം ചൊല്ലത് വന്നിട്ടേ ഇല്ല. അങ്ങനെയുള്ള സന്ദർഭത്തില് ഞങ്ങൾ ഒന്ന് ആലോചനാക്കണു. ഉമ്മമാരെ, പെങ്ങന്മാരെ, ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ ഭാഗം ഞങ്ങൾ ചിന്തനാക്കുന്നതായതുണ്ട്. അങ്ങനെ ചിന്തനാക്കുമ്പോ ഈ ഭൂമിക്ക് ഞങ്ങളെ ബഹുമാന്യരായ ಇರ್ಷಾದ್ ದಾರಿಮಿ ಮಿತ್ತಬೈಲ್ ಉಸ್ತಾದ್ ರವರ ಸುಪುತ್ರ ನಮ್ಮ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆಗಮಿಸಿದ್ದಾರೆ. ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಸ್ವಾಗತವನ್ನ ಕೋರ್ತಾ ಇದ್ದೇವೆ. ബഹുമാനപ്പെട്ട ഉസ്താദിಗೆ എല്ലാ രീതിയിൽ സ്വാഗതം ആക്കിക്കൊണ്ട് ഞങ്ങൾ വിളിച്ചോണ്ട് ആദരിച്ചോണ്ട് ബഹുമാനിച്ചോണ്ട് ഇൻഷാ അല്ലാഹ് ഇനി കൊറിയ ടൈമിൽ നിന്നാണ് ചൊല്ലത്. ഇൻഷാ അല്ലാഹ് ഉസ്താദിനെ പലക്കും അതുപോലെ ഇൻഷാ അല്ലാഹ് അത് ധന്യമായ ഒരു ഭാഗ്യമുള്ള ഒരു സദസ്സായിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പിരിയാം. അപ്പൊ എന്തിനാ ചൊന്നെ സാദ് ഞങ്ങൾ ലഗേജ് ബേനുണ്ടാ. അപ്പോ ലഗേജ് ബേനുണ്ടാവുമ്പോ ആൽച്ചനാക്കുവനങ്ങ ചെറിയൊരു ವಿಷಯ ಭೂಮಿಗೆ ಬರುമ്പോ ಎಂದೂ ಇಲ್ಲ ಬತ್ತಲಾಗಿ ಬಂದ ಈ ಬದುಕು ಜೀವನ. ನಾವು ಬರುವಾಗ ಬತ್ತಲಾಗಿ ബത്തലായിട്ട് എന്തും ഇല്ല. ഒരു നൂല് തുണി, ഒരു 600 ഒരു പൊക്കുൽ കൊടി അല്ലാണ്ട് വേറെ എന്തും ഇല്ല. ഇനി പോകുമ്പോ കത്തലു, ಹೋಗುವಾಗ ಕತ್ತಲು, ಬರುವಾಗ ಬತ್ತಲು ಅಲ್ಲೇ, ಮಧ್ಯದಲ್ಲಿ ಸುತ್ತಲು. അപ്പൊ എന്തിനു ചൊന്നെങ്കില് ഇനി പോകുമ്പോ ഒരു 3 തുണി ഉണ്ടുണ്ട് ചൊല്ലാറ് അല്ലേ. എന്നെങ്കില് ഈ ഭൂമിക്ക് വരുമ്പോ ഞങ്ങൾ ഡ്രസ് ഇല്ല. പിന്നെ കൊറിയ ഒന്ന് 2 വയസ്സാമത് ഡ്രസ് എല്ലാം പറ തുടങ്ങിയത് ഞങ്ങൾക്കൊന്നില്ല. ചെറിയ ഫസ്റ്റ് ഡ്രസ് കളർ ഞങ്ങൊന്നുണ്ടേ ഒന്നുണ്ടായില്ലല്ലേ. ഞങ്ങൾ ചെറിയതിൽ ഫസ്റ്റ് ഞങ്ങളെ ഉമ്മ, ഞങ്ങളെ ബാപ്പ ഞങ്ങൾക്ക് കൊടുന്ന് ഡ്രസ് ഇട്ടതിന്റെ കളർ ഞങ്ങൾ ചൊല്ലോ സാധ്യമാ ഒന്നില്ല. ഞങ്ങൾക്കൊന്നും ആവണമെങ്കിൽ എത്ര വർഷം, 4-5 വർഷം കഴിഞ്ഞു. അതിൽ പിന്നത്തെ ബണ്ണ ഒന്നും ഉണ്ടായില്ലേ. അതല്ല വിഷയമുള്ളേ. അങ്ങനെ നമുക്കൊന്നില്ലാണ്ട് ഞങ്ങളെ ഡ്രസ്സിൽ ജേബിന്തുണ്ട്. മനസ്സിലായിതാ പിടിയായിതാ. ഞങ്ങൾക്ക് ഗൊന്തില്ലാണ്ട് പൈസത്തെ ഞങ്ങൾ കണ്ടിട്ടില്ല, സ്വത്ര കണ്ടിട്ടില്ല. ഞങ്ങൾ ജേബുണ്ട്. ഞങ്ങൾക്ക് ഗൊന്താവിടിക്കുമ്പോ ഞങ്ങൾ ഡ്രസ്സിൽ ജേബുണ്ട് അല്ലേ. അങ്ങനെ പിന്നെ കൊറിയ ബലഞ്ഞിട്ടാകുമ്പോ പൈസ വന്ന് ജേബും വന്ന്, പിന്നെ ജേബിൽ നിറഞ്ഞിട്ടാകുമ്പോ കപ്പാട്ടും വന്ന് അല്ലേ. ഞങ്ങളെ ഡ്രസ്സിക്ക് ജേബും വന്ന് ഔത്തു കപ്പാട്ടും വന്ന്. അങ്ങനെ ജേബും കപ്പാട്ടും പിന്നെ ജാസ്തി ആയെങ്കിൽ പിന്നെ ബാലൻസ് ബാങ്കിലും വന്ന് അല്ലേ, പാസ്ബുക്ക് വന്ന്. അങ്ങനെ പോണ്ട ടൈം നോക്കുമ്പോ 3 തുണി കഫൻ ബന്ത്. 3 തുണി കഫനക്ക് നോക്കുമ്പോ ആരും ഇതുവരെ ജേബ് വെച്ചിട്ടില്ല, ഉള്ളാത്തങ്ങ വെച്ചിറങ്ങുന്നില്ല. ജേബുണ്ടാ കഫന് മേ ജേബ് നഹി, ഖബർ മേ ആലമാർ നഹി. ഇനിയുള്ള ജീവിതം അതായിട്ട് കിടക്കും. ഞങ്ങളെ ഡ്രസ്സുകൾ ഇവിടെ ജേബുണ്ട്, മേലുണ്ട്, കീഴുണ്ട്, സൈഡുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ 4 പൗണ്ട് കഫൻ തുണിയില് ജേബില്ല. മാത്രമല്ല ഖബറിൽ പോയിട്ട് നോക്കൂ, അവിടെ ഒരു കപ്പാട്ടും കൂടിയില്ല. പുതിയാപ്പിലക മണിയറ അതിക്ക് കപ്പാട്ട് വേണു, കട്ടില് വേണു, എല്ലാം വേണു. ഖബറിൽ എന്തും ഇല്ല. അങ്ങനെയുള്ളൊരു അവസ്ഥക്ക് ഞങ്ങൾ പോകുമ്പോ ബേന്മായത് ഞങ്ങൾ ലഗേജ് നോക്കുന്നതായത് അത് കെട്ടി ഉണ്ടാണ്ട് ഞങ്ങളെ ലഗേജ് കെട്ടി. ഒന്ന് ഇനി രണ്ടാമത്തെ ലിബാസ് വേണു. ഞങ്ങളൊരു ഡ്രസ്, ഞങ്ങളൊരു അഭിമാനമല്ലേ ഡ്രസ്. എന്നെങ്കിൽ ഈ ഡ്രസ്സിലെല്ലാം തന്നവൻ അല്ലാഹു, ഞങ്ങൾ ഈ ഭൂമിക്ക് ഇറക്കി തന്നവൻ അല്ലാഹു, അതൊരു വ്യവസ്ഥ ആക്കിയവൻ അല്ലാഹു. എന്നെങ്കിൽ ചൊല്ലെന്താ ലിബാസ് ബേനായത് ഏത്? ലിബാസു തഖ്വ, ലിബാസു തഖ്വ ذلك خير ذلك من آيات الله. അല്ലാഹുവിന്റെ ആയത്തായിട്ടിക്കടേ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമായിട്ടിക്കടേ. അതുകൊണ്ട് സാദ് തഖ്വ, ലിബാസ് തഖ്വ.
ഇനി എന്തിനു വേണമായത് ലിബാസ തഖ്വ ഉണ്ട നമുക്കോ അതുപോലെ സാധു നിങ്ങളിട്ടു ഉണ്ടാ എന്നെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കുക സാധ്യാവുടെ ചൊല്ലുകണികത്തെ ഒരു മഹനീയമായ സന്ദേശം അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് ചൊന്നു തരുമ്പോതുകോ അല്ലാഹു ഓർമ്മിക്കുക യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് ഓ മുഅ്മിനീങ്ങളെ നിങ്ങ ഈമാനുള്ളങ്ങാവണം തഖ്വയുള്ളവനാകണം വആമിനൂ ബിറസൂലി ആ റസൂലിനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം യുഅതികും കിഫലൈനി മിർ റഹ്മത്തി ഇരട്ടിയായിട്ട് അല്ലാഹു റഹ്മത്ത് തണ്ടാ തഖ്വ ഈമാൻ ഉണ്ടെങ്കിൽ തുടക്കം മുതൽ നാച്ചൊന്ന് ഓരോ വിഷയങ്ങൾ നിങ്ങൾ തഖ്വ കൊണ്ട് കിട്ടേ ലാഭങ്ങളെ ബഗ്ഗെ ബെനിഫിറ്റുകളെ ബഗ്ഗെ നിങ്ങൾ മറന്നിട്ട് ഇക്കലാണ്ട് നാ പേരിക്കട്ടെ ഇതാ ഇത് പുതിയൊരു റിവാർഡ് അല്ലാഹു ചൊല്ലത് കിഫ്ലൈനി മിർ റഹ്മത്തി അല്ലാഹുവിന്റെ റഹ്മത്തിലെ ഇരട്ടിയായിട്ട് അല്ലാഹു തണ്ടാ ഇരട്ടി റഹ്മത്ത് തണ്ട ഇനിയും തണ്ട വയജഅലക്കും നൂറാ നിങ്ങൾക്ക് അല്ലാഹു വെളിച്ചം തണ്ട തംശൂന ബി നിങ്ങൾ നടക്കടെ വെളിച്ചമായിട്ടിക്കട് മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ നടക്കുമ്പോ വെളിച്ചം വേണം മോമിന്റെ ജീവിതം വെളിച്ചമാ മോമിൻ എവിടെ ഉണ്ടെങ്കിൽ അവിടെ വെളിച്ചമാ അവന്റെ ജീവിതം വെളിച്ചമാ എത്രമാത്രം സംഭവങ്ങൾ മോമിനിങ്ങളെ കൊണ്ട് കൊണമാത്രമോ ഉണ്ടാവൂ കാരണം എന്തേ കാരണം ഈമാൻ അങ്ങനെ ആയിട്ടിക്കട് കലിമത്തു തൗഹീദ് അതായിട്ടിക്കട് ഈമാനുള്ള ഒരാളെയും തൊന്തരാക്കുക സാധ്യയില്ല ആക്രമിക്കുക സാധ്യയില്ല ളുൽമാക്കുക സാധ്യയില്ല വഞ്ചനാക്കുക സാധ്യയില്ല വേണ്ടാത്തത് ചൊല്ലുക സാധ്യയില്ല അവനക്ക് ഈമാൻ ഉണ്ടെങ്കിൽ അങ്ങനെ അത്ഭുതകരമായ പ്രകാശങ്ങള് ഈമാൻ കൊണ്ട് കാണുക സാധ്യമാവണോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഈ സംഭവം ഓർക്കണോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു നാള് ചൂടുള്ള ഒരു നാള് ഭയങ്കര ചൂട് അപ്പൊ അണ്ട് ഫാൻ ഇല്ല എസി ഇല്ല കൂളർ ഇല്ല ഒന്നുമില്ല ഇപ്പൊ കണ്ടില്ലേ അപ്പൊ എത്ര വലിയ ഐറ്റംസ് അല്ലേ ഞങ്ങൾ ഇപ്പൊ ഇവിടെ തിരിച്ചവിടെ എന്തെങ്കിലും ഒരു തെല്ലും കൊണ്ടവിടെ മഹാ ഇതൊക്കെല്ലാം അല്ലാഹു കൂലി തരട്ടെ നിങ്ങൾക്ക് ഈ വ്യവസ്ഥ നിങ്ങൾ ആക്കി തന്നിടല്ലേ അല്ലാഹു അനുഗ്രഹിക്കട്ടെ അല്ലാഹു ഇനിയും ജാസ്തിയാക്കി തരട്ടെ അപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അണ്ട് കറണ്ട് ഇല്ല ഫാൻ ഇല്ല ഒരാളെ ബീപ്പാലെ ഇങ്ങനെ ബിയോഗി ഏൽപ്പിച്ചിര ഒരാള് ഇങ്ങനെ ബീപ്പാലെ ബിയോഗി അങ്ങനെ ഇയാള് ബിഞ്ഞോണ്ടുള്ള പോലെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഉറക്കം പിടിച്ചതാണ് അങ്ങനെ അയാൾ വറക്ക് പിടിച്ചിട്ടാമത്തെ ഈ ബീഞ്ഞോണ്ടുള്ള ആള് അയാൾക്കും സെക്കാവൂല്ലേ അയാൾക്കും സെക്കായിട്ട് അയാൾ എന്തായിട്ട് ഈ ബീഞ്ഞോണ്ടുള്ള അവിടേക്ക് വറക്ക് കണ്ണട്ട പോയിട്ട് അയാൾ അവിടേക്ക് പറ്റിത്ത് അയാളെ ബീപ്പാലമല കയ്യും ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് മേലുക ജണ്ടാലും ഉറങ്ങി മുട്ടാറ് ബീപ്പാലെ ബീയുടെ ആളും ഉറങ്ങിത്ത് കാത്തെടുത്തുള്ള ആളും ഉറങ്ങിത്ത് രാജാവും ഉറങ്ങിത്ത് പ്രജയും ഉറങ്ങിത്ത് ഗുലാമനും ഉറങ്ങിത്ത് മാലിക്കും ഉറങ്ങിത്ത് ജണ്ടാലും ഒട്ടിയെ ഗുലാമയുടെ കൈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖലീഫയുടെ മേലുണ്ട് ഇങ്ങനെ കുറെ നേരം പോയിട്ട് പെട്ടെന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു ഖലീഫക്ക് പെട്ടെന്ന് ഉണർവുണ്ടായിട്ട് അപ്പൊ നോക്കുമ്പോ തന്റെ സ്വറക്കാരനായ ഖാദിമായ തന്റെ ഗുലാമനായ അടിമയായ വ്യക്തിയുടെ കയ്യെ ഉറങ്ങിയിട്ടുണ്ട് തന്റെ മേലുണ്ട് അയാള് മെല്ലെ കൈയെടുത്തിട്ട് അപ്പുറവെക്കട് മനസ്സിലാക്കണോ മെല്ലെ കൈയെടുത്തിട്ട് അപ്പുറവെക്കട് വെച്ചിട്ട് അയാളെ കയ്യിലുള്ള ആ ബീപ്പാല കയ്യിലെടുത്തിട്ട് ആ രാജാവായ ഖലീഫയായ അഞ്ചാമത്തെ ഖലീഫയുടെ പേര് കിട്ടിയ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്റെ ഗുലാമകിങ്ങനെ ഉറങ്ങിട്ട് ബേർത്തിട്ട് കുളിച്ച ആ അടിമക് ആ ഗുലാമകിങ്ങനെ ബീപ്പാലിൽ ബിയ്യിട് അത്ഭുതമല്ലേ ലോക ചരിത്രത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എത്ര വേണു ഇതെല്ലാം ആരാ പഠിപ്പട്ടിയത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്
പിറകത്തെ വന്നിട്ട് പിടിച്ചു വലിച്ചിട്ട് ഒരാള് ആള് പിടിച്ചു വലിച്ചിട്ട് റസൂലുള്ളാടെ അപ്പൊ കഴുത്തില് ഗായത്ത് ചോരമുണ്ട്. തിരിഞ്ഞു നോക്കി ചിരിച്ചിട്ട് സാധ്യവാ നന്നായെങ്കിൽ ഒന്ന് കൊടുത്തിട്ടായിട്ട് അപ്പോ പിടിച്ചു വലിച്ച് വേണ്ട, ഇങ്ങനെ വെറുതെ ഇങ്ങനെ തോണ്ടട്ടൂല മെല്ലെ എന്താ ഞങ്ങ ഇങ്ങനത്തെ സ്വഭാവക്കാർ. അതേ സമയത്ത് പിടിച്ച ബലിക്ക് റസൂലുള്ളാഹിയുടെ കത്തില് ഗായായെങ്കിലും ചോര വന്നെങ്കിലും ആ പിടിച്ച് ബലിച്ച ആളെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരി. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ വലൗ അൻ തൽഖാ അഖാ